അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ഹൃദയത്തെ തുറന്നു കൊടുക്കുന്ന ഒരു ഹുബ്ബിന്റെ ഒരു സ്നേഹത്തിന്റെ ചെറിയ വാതിൽ നിങ്ങളുടെ മുമ്പിൽ തുറന്നിടുക എന്നുള്ളതാണ് ഈ അല്പസമയം നിങ്ങളോട് സംസാരിക്കുന്നതിലൂടെ ലക്ഷ്യമിടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിലൂടെ സഞ്ചരിക്കുവാൻ അതുവഴി ഈമാനിനെ വളർത്തുവാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് സൂചിപ്പിച്ചതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പൂർണ്ണമായ നാമം ഇസ്മുഹു അബ്ദുല്ലാഹി ഇബ്നു അബീ ഖുഹാഫത ഉസ്മാൻ ഇബ്നു ആമിർ ഇബ്നു അംർ ഇബ്നു കഅബ് ഇബ്നു സഅദ് ഇബ്നു തമീം ഇബ്നു മുറത്ത് ഇബ്നു കഅബ് ഇബ്നു ലുഅയ് ഇബ്നു ഗാലിബ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണമായ പേര്. അദ്ദേഹത്തിന്റെ വല്യപ്പമാരിലേക്ക് ചേർത്തിക്കൊണ്ടാണ് അത് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും പിതൃ പരമ്പര ചെല്ലുചേരുന്ന പിതാമഹന്മാരുടെ കൂട്ടത്തിൽ മുറത്തിലേക്ക് എത്തുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബമായി സമ്മേളിക്കുന്നു. രണ്ടുപേരും ഖുറൈശിയാണ്, രണ്ടുപേരും കുടുംബമാണ് എന്നുള്ളതാണ് സ്നേഹപൂർവ്വം സൂചിപ്പിക്കുന്നത്. അവിടെ പിതാവിന്റെ പേര് അബീ ഖുഹാഫ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടത്. യഥാർത്ഥ പേര് ഉസ്മാൻ എന്നുള്ളതാണ്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമായി ഇതിനിടയിൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം, നമ്മൾ പേരിടുമ്പോൾ ഏതർത്ഥത്തിലാണോ പേര് വെച്ചു പോകുന്നത്, ഏത് ഉദ്ദേശത്തിലാണോ പേര് വെച്ചു പോകുന്നത്, അതേ ഉദ്ദേശത്തോടു കൂടെയാണ് പിൽക്കാലത്ത് അതിനെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുക എന്നുള്ളത് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. എപ്പോഴും നമ്മുടെ നാടുകളിലൊക്കെ ഒരു വലിയ സത്യസന്ധമായ ഒരു കാര്യത്തെ നമ്മൾ മനസ്സിലാക്കിയാൽ സിദ്ദീഖ് അല്ലെങ്കിൽ അബൂബക്കർ എന്നുള്ള പേരുള്ള ആളുകളൊക്കെ സമൂഹത്തിൽ ഉന്നതരായിരിക്കും. അവരൊന്ന് മനസ്സിലാക്കി നോക്കിയാൽ ഏത് കമ്മിറ്റി എടുത്ത് പരിശോധിച്ചാലും ഏതെങ്കിലും ഒക്കെ ഒരു കൂട്ടായ്മ എടുത്ത് പരിശോധിച്ചാലും ആ കൂട്ടത്തിൽ ഒരു അബൂബക്കർ ആജിയോ ഒക്കെ ഉണ്ടാവും സാധാരണഗതിയിൽ. എന്തുകൊണ്ട്? പിതാവിന്റെ ആഗ്രഹപ്രകാരം അവർക്ക് പേരിട്ട്. ഇനി വരാനിരിക്കുന്ന അല്ലെങ്കിൽ നിലവിലുള്ള ഈ പുതിയ തലമുറയെ പറ്റിയല്ല ഞാൻ പറയുന്നത്, നിങ്ങൾ ഉൾക്കൊള്ളുന്ന നേരെ മുമ്പിലുള്ള ഒരു തലമുറ, നമ്മൾ ഉൾക്കൊള്ളുന്ന ഒരു തലമുറയെ പറ്റിയാണ് പറയുന്നത്. ആ കാലഘട്ടത്തിൽ മക്കൾക്ക് പേരിടുന്ന സന്ദർഭത്തിൽ പിതാവിന്റെ ആഗ്രഹപ്രകാരം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ഒരു അബൂബക്കർ ആവണം എന്ന ഉദ്ദേശത്തിൽ പേരിട്ടുണ്ടെങ്കിൽ അവരൊക്കെ സമൂഹത്തിൽ ഉന്നതരായിരിക്കും, നേതാക്കന്മാരായിരിക്കും. അത് സാധാരണഗതിയിൽ അങ്ങനെ വരുന്നതാണ്. നമ്മൾ ആ അർത്ഥത്തിലാണ് പേരിടേണ്ടത്. പണ്ടൊരാളോട് പേരിട്ടപ്പോൾ എന്താണ് എന്റെ മോനെ പേരിട്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അബൂ നിട്ടച്ചിക്കണ്, നന്നാകാണെങ്കിൽ അബൂബക്കറാക്കുക, വടക്കാണെങ്കിൽ അബൂജഹലാക്കാന്ന് പറഞ്ഞാലോ. അവർ അബൂ നിട്ടച്ചിക്കണെന്ന് പറഞ്ഞ തൽക്കാലം അതേ രൂപത്തിലാവാൻ പറ്റൂല. നമ്മളെ ഉദ്ദേശം, നമ്മുടെ നിയ്യത്ത് അനുസരിച്ച് ഒരു മനുഷ്യൻ സമൂഹത്തിൽ ഉന്നതനായി തീരണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ നിന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോലെയാവണം എന്ന ഉദ്ദേശത്തിൽ പേര് വെച്ചാൽ അവർ ഒരിക്കലും പരാജയപ്പെട്ടു പോവുകയില്ല എന്ന് കാണാം. അവരുടെ ഉമ്മയുടെ പേര് യഥാർത്ഥത്തിൽ അവരുടെ ഉമ്മ അവരുടെ പിതാവിന്റെ ഇളയപ്പുഴ മകൾ സലമ എന്നവരാണ്. അതായത് വാപ്പാന്റെ എളാപ്പാന്റെ മോൾ സലമ എന്നുള്ള പേരുള്ള ആളായിരുന്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ്. ഉമ്മുൽ ഖൈർ എന്ന പേരിലാണ് അവർ അറിയപ്പെട്ടിരുന്നത്. ഉമ്മുൽ ഖൈർ എന്ന് പറഞ്ഞാൽ എല്ലാ നന്മകളുടെയും മാതാവ് എന്നാണ് അതിനർത്ഥം. അതുകൊണ്ട് ആ പേരിലാണ് അവർ അറിയപ്പെട്ടത്. അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ക്രിസ്തുവർഷം 571 ജനിക്കുന്നതെങ്കിൽ കൃത്യം 2 വർഷം കഴിയുമ്പോൾ 573 ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജനനം ഉണ്ടാകുന്നത്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായതിനു ശേഷം കൃത്യം 2 വർഷം കഴിഞ്ഞ് 63ാമത്തെ വയസ്സിൽ തന്നെയാണ് ബഹുമാനപ്പെട്ടവർ വഫാത്തായി പോകുന്നത്. 63 വയസ്സ് തന്നെയായിരുന്നു പ്രായം. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിന്റെ പുലർച്ച കൂടി നമുക്കതിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അമാറു ഉമ്മത്തി ബൈന 60 വ 70 നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ ഉമ്മത്തിന്റെ ഒരു ശരാശരി പ്രായം 60ന്റെയും 70ന്റെയും ഇടയിലാണെന്ന് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 63 ആണ്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 63 ആണ്, ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ 63 ആണ്, അലി റളിയല്ലാഹു അൻഹു 63 ആണ്. അതുപോലെ തന്നെ ബീബി നഫീസത്തുൽ മിസ്രിയ ബീബി റളിയല്ലാഹു അൻഹ 63 ആണ്. അങ്ങനെ തുടങ്ങി കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൂത്താപ്പയുടെ മകൻ ഉബൈദത്ത് ഇബ്നു ഹാരിസ് ബദറിൽ ഷഹീദായി പോയ സ്വഹാബിയ
സഹാബിയാണ്. അല്ലാഹു അവരെ കാണാൻ സന്ദർശിക്കാൻ തൗഫീഖ് നൽകട്ടെ. ബഹുമാനപ്പെട്ട 63 വയസ്സാണ്. അങ്ങനെ നോക്കിയാൽ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഓരം ചേർന്ന് നിന്ന ധാരാളം ആളുകൾക്ക് അങ്ങനെ 63 വയസ്സിലെത്തിയത് കാണാം. എന്നാൽ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ കുറച്ച് വയസ്സ് കൂടുതൽ കൊടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 2 പെൺമക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഇണയായി നൽകിയിരുന്നു എന്നുള്ളത് കൊണ്ട് ദുന്നൂറൈൻ 2 പ്രകാശത്തിന്റെ ഉടമ എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടുകയും അദ്ദേഹത്തിന് കുറച്ച് ദീർഘായുസ്സ് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ചരിത്രത്തിൽ ഒരു വസ്തുതയാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഏതായിരുന്നാലും വലിയ സമ്പത്തിന്റെ ഉടമയായിരുന്നു അദ്ദേഹം ഇസ്ലാമിലേക്ക് വരുന്ന സന്ദർഭത്തിൽ. അതുപോലെ തന്നെ വകാന ഫീ മുർവത്തിൻ താമ്മത്തിൻ വ ഇഹ്സാനിൻ ഫീ തഫദ്ദുലിഹി, അദ്ദേഹം തന്റെ ജീവിതത്തിൽ ജനങ്ങളോട് വലിയ സ്നേഹവും താല്പര്യവും ഒക്കെ ഉള്ള ആളായിരുന്നു. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നമ്മളൊക്കെ പേഴ്സണാലിറ്റിയെ വളർത്തണമെന്ന് ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി കോഴ്സുകൾ നടത്തുന്ന ആളുകളാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട എല്ലാ ഗുണങ്ങളും ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സമ്മേളിക്കപ്പെട്ടിരുന്നു, അവരിൽ അതുണ്ടായിരുന്നു എന്നവരുടെ ജീവിതം പഠിക്കുമ്പോൾ കാണാം. ബഹുമാനപ്പെട്ടവർ ഇബ്നു തമന്നി വലിയ ജീവിതത്തിൽ വലിയ ഐശ്വര്യം ഉണ്ടായിരുന്ന ആളായിരുന്നു. ജീവിതത്തിൽ എപ്പോഴും നമ്മളിൽ ഒരു ഉണർവ് എപ്പോഴും നമ്മളിൽ ഉണ്ടാവണം. ആ ഉണർവില്ലെങ്കിൽ മനുഷ്യൻ പതിയെ നിർജീവമായി പോകും. എപ്പോഴും അൽ മുഅ്മിനു മുതഹരിക്കൻ എന്ന ഹദീസ് കാണാം. ഒരു മുഅ്മിനായ മനുഷ്യൻ എപ്പോഴും ഇങ്ങനെ ഒരു വൈബ്രന്റ് ആയിരിക്കും, ചലിച്ചുകൊണ്ടിരിക്കും. വെറുതെ ഇരുന്ന് നമ്മൾ മൗനിയായി പോയി സമൂഹത്തിൽ ആർക്കും ഉപകാരപ്പെടാത്ത ഒരു വസ്തുവായി തീരാൻ പാടില്ല എന്നുള്ള വലിയ പാഠമൊക്കെ ഇതിൽ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റിയും നേരത്തെ ഖദീജ ബി പറഞ്ഞ ഒരു സംഗതിയാണ്. ഇന്നക ലതസിലു റഹ്മ, നബി തങ്ങളോട് പറഞ്ഞ നബിയെ നിങ്ങൾ കുടുംബ ബന്ധം പുലർത്തുന്നവനാണ് എന്നതുപോലെ തന്നെ ഇന്നഹു ലതസിലു റഹ്മ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കുടുംബ ബന്ധത്തിന് വലിയ പ്രാധാന്യം കൽപ്പിക്കുന്ന ആളായിരുന്നു. അതിന് വലിയ പ്രാധാന്യം നമ്മൾ കണ്ട് പോരുമ്പോൾ നമ്മുടെ ബന്ധപ്പെട്ടവരെ ചേർത്ത് നിർത്തി കൈകൾ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ദുആ ചെയ്യിപ്പിച്ച് അവിടെ പരസ്പരമുള്ള കാര്യങ്ങൾ പറഞ്ഞ് പൊരുത്തപ്പെടിച്ചിട്ടായിരിക്കും പോന്നിട്ടുണ്ടാവുക. കുടുംബ ബന്ധത്തിൽ വിള്ളൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, അവിടെ പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അമൽ, നമ്മുടെ ഹജ്ജ്, നമ്മുടെ ഉംറ, നമ്മുടെ സിയാറ, നമ്മുടെ എല്ലാ യാത്രകളൊക്കെ ഖബൂൽ ചെയ്യപ്പെടാതെ പോകും, സ്വീകരിക്കപ്പെടാതെ പോകും. അല്ലാഹു കാവൽ നൽകട്ടെ. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പ്രധാനപ്പെട്ട സ്വഭാവങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട വലിയ സ്വഭാവത്തിന്റെ പാഠം അത് സിലത്തുർ റഹ്ം, കുടുംബബന്ധം ചേർക്കുക എന്നുള്ളതാണ്. വതസ്ദുഖുൽ ഹദീഥ, എപ്പോഴും സത്യം മാത്രമേ പറയൂ. അനാവശ്യമായി നമ്മൾ ആവശ്യത്തിനോ അനാവശ്യത്തിനോ കൊള്ളു പറയാതിരിക്കുക, കളവ് പറയാതിരിക്കുക. ചില ആൾക്കാർ നാവ് തൊള്ളാൽ കൊള്ളു പറയുന്ന ആൾക്കാരുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഒരു സുഹൃത്തിനൊക്കെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്നും കൂടെ അല്ല, ഞങ്ങൾ ഒന്നിച്ചൊരു സ്ഥലത്ത് ഇരിക്കുകയാണ്, വർത്തമാനം പറയാൻ ഫോൺ വന്നു. ഫോൺ എടുത്തപ്പോ ഓൻ പറഞ്ഞു ഫോണിന്റെ മൈക്കുമ്പക്ക് ഫൂതന ഊതിട്ട് എന്താ മൈക്കുമ്പനാണ് ഇപ്പൊ എത്തുന്ന. ഞാൻ ചോദിച്ചു എന്ത് പച്ചപ്പുള്ള പറഞ്ഞു. മനുഷ്യൻ നാവെടുത്താൽ കളവ് പറയുന്ന സ്വഭാവം ഒരിക്കലും നമ്മളിൽ ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ പേഴ്സണാലിറ്റിയെ നശിപ്പിച്ചു കളയും. ബഹുമാനപ്പെട്ടവരുടെ പേഴ്സണാലിറ്റിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു തസ്ദുഖുൽ ഹദീഥ, എപ്പോഴും സത്യസന്ധമായ വർത്തമാനം പറയും. വതക്സിബുൽ മഅദൂമ, ഇല്ലാത്തവൻ ഉണ്ടാക്കി കൊടുക്കും. ഒരു മനുഷ്യൻ ഒന്നുമില്ലെങ്കിൽ ഓൻ എന്തെങ്കിലും ഉണ്ടാവട്ടെ എന്ന രൂപത്തിൽ അതിനു വേണ്ടി ചെയ്തു കൊടുക്കുക, അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുക. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണത്. നമ്മൾ സാമ്പത്തികമായി അഭിവൃദ്ധിപ്പെടുന്നു, നമ്മുടെ സഹോദരന്മാർ, നമ്മുടെ കുടുംബം, നമ്മുടെ ബന്ധപ്പെട്ടവർ അവരിങ്ങനെ ഇല്ലായ്മയിലൂടെ വറുതിയിലൂടെ ജീവിക്കുമ്പോൾ നാം മാത്രം ഉയർന്നു വരിക എന്നുള്ളത് ഒരിക്കലും ഒരു മുഅ്മിനായ മനുഷ്യന് ചേർന്ന പണിയല്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്ത പണിയാണ് വേണ്ടത്. പതുക്കെ നമ്മുടെ സഹോദരൻ അതിലേക്ക് കൊണ്ടുവരണം, കുടുംബങ്ങളെ കൊണ്ടുവരണം, എല്ലാവരെയും ഉയർത്തി കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ വതഹ്മിലുൽ കല്ല, മറ്റുള്ളവരുടെ പ്രയാസം അവനവന്റെ പ്രയാസമായി ഏറ്റെടുക്കുമായിരുന്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മറ്റുള്ള ആൾക്കാരുടെ വിഷമം, അവരുടെ സങ്കടം അത് അവനവന്റെ സങ്കടമാണ്. ഒരു മുഅ്മിന്റെ ഒരു സങ്കടം, ഇവിടെ നേരത്തെ എനിക്കറിയാം ബഹുമാനപ്പെട്ട സിദ്ദീഖ് ഹാജി പലപ്പോഴായിട്ട് ഇവിടെ ഇരിക്കുന്ന സമയത്ത് എഴുത്തുകൾ വായിക്കപ്പെടാറുണ്ട്. ഓരോ എഴുത്ത് അത് മറ്റുള്ളവർ വന്ന് പറയുമ്പോൾ അത് എഴുതിയെടുത്ത് അത് അവനവന്റെ ഒരു സങ്കടമായി നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞ് ദുആ ചെയ്യുന്നത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. അതൊരു മനുഷ്യന്റെ ഉള്ളിലുള്ള നന്മയാണ് അറിയിക്കുന്നത്. ഒരാളെ ഇരുത്തിയിട്ട് അയാളെ പറ്റി പുകഴ്ത്തി പറഞ്ഞാൽ ആ പറയുന്നവന്റെ വായിൽ മണ്ണ് വാരിയിടണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ആലോചിച്ചിട്ടാണ് കൂടുതൽ പറയാത്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി
തരട്ടെ. അതുപോലെ തന്നെ ഏത് ആപത്തിലും സത്യത്തെ മികപ്പിച്ചു നിൽക്കാൻ അള്ളാഹിന്റെ പരിശുദ്ധമായ ഈ ദീനിനെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും മറ്റുള്ള മുമ്പിൽ ഇട്ടുകൊടുക്കല്ല വേണ്ടത്. അവനവന്റെ ശിആർ അനുസരിച്ച് അവനവന് പഠിപ്പിക്കപ്പെട്ട മാതൃകയനുസരിച്ച് അള്ളാഹുവിന്റെ ഈ ദീനിനെ മുഅ്മിനായ രൂപത്തിൽ മുത്തഖിയായ രൂപത്തിൽ കൊണ്ടു നടക്കാൻ നമുക്ക് കഴിയണം. അതുപോലെ തന്നെ പാവങ്ങളെ സഹായിക്കാനുള്ള ഒരു മനസ്സ് നമ്മളിൽ ഉണ്ടാവണം. പാവപ്പെട്ട ആൾക്കാര് ഒരു മനുഷ്യന് ഒരു വിഷമം ഒരു പ്രയാസം പറഞ്ഞ് നമ്മുടെ മുമ്പിൽ വന്നാൽ അവരെ സഹായിക്കാൻ ഒന്നുമില്ലെങ്കിൽ നമ്മൾ പറയും കഞ്ഞില്ലെങ്കിൽ കഞ്ഞിപ്പത്തൊരു വാക്ക് അത് പറയാൻ നമുക്ക് കഴിയണം. ഞാൻ പലപ്പോഴും വീട്ടിലൊക്കെ ഉണ്ടാകുമ്പോ സന്ദർഭങ്ങൾ ഇല്ലാത്ത സമയത്താണെങ്കിൽ പോലും നമ്മുടെ വീട്ടിലേക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഒരാൾ കയറി വന്നു കഴിഞ്ഞാൽ ഉമ്മ ചോദിക്കും നിങ്ങൾ എന്തെങ്കിലും കഴിച്ചിക്കണോ ചോദിക്കും, ഇല്ലെങ്കിൽ കയറി ഇരിക്കുന്നു പറയും. എന്നിട്ട് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഭക്ഷണം കൊടുക്കാൻ ശ്രമിക്കും. ചിലപ്പോൾ നമ്മൾ ആണുങ്ങളൊന്നും ഇല്ലെങ്കിൽ അവിടെ ഒന്നും എടുത്തു കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല, നമ്മൾ കൊടുത്തേൽപ്പിച്ചിട്ടുണ്ടാവില്ല. നമ്മൾ പറഞ്ഞതിന് ചുറ്റുപാട് നമ്മൾ ഉണ്ടാകുന്ന സമയമായിരിക്കുമല്ലോ. അതുപോലെ തന്നെ നമുക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടേണ്ടത്. പക്ഷെ ഒന്നുമില്ലെങ്കിൽ പോലും വീട്ടിലുള്ള ഭക്ഷണം കൊടുത്തിട്ട് വിടാൻ ശ്രമിക്കുന്ന ഒരു വലിയ നല്ല ഒരു സന്മനസ് പലപ്പോഴും നമ്മുടെ മുൻകാലങ്ങളിൽ കഴിഞ്ഞു പോയ ഒരു ഉമ്മമാർ അവരുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. ആ ഒരു നന്മയുള്ള മനസ്സിന്റെ ഉടമ അത് സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ജീവിതത്തിൽ നിന്നാണ് നമ്മുടെ മുൻഗാമികൾക്ക് അത് പകർന്നു കിട്ടിയത് എന്ന് മനസ്സിലാക്കണം, നമ്മളിൽ ഉണ്ടാവുകയും ചെയ്യണം. ഞാൻ ഈ പറഞ്ഞ ഒരാളില്ലാത്ത സമയത്ത് പേരുടെ കയറ്റി ഇരുത്തണമെന്നല്ല പറഞ്ഞത്. പക്ഷേ എവിടെയെങ്കിലും അവർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള ഒരു നല്ല മനസ്സ് നമ്മളിൽ ഉണ്ടാവണം. പാവങ്ങളെ സഹായിക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് ഞാൻ സ്നേഹപൂർവ്വം നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത്. ഒരു ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പ്രത്യേകത, അദ്ദേഹം ജാഹിലിയ്യ കാലഘട്ടത്തിൽ നേതാവായിരുന്നു, ഇസ്ലാമിൽ വന്നതിന് ശേഷവും നേതാവായിരുന്നു എന്നുള്ളതാണ്. രണ്ടു തരത്തിലും അദ്ദേഹം അങ്ങനെ ആ രൂപത്തിൽ ഉയർന്ന മനുഷ്യനാണ്. ഞാനിങ്ങനെ അദ്ദേഹത്തെ പറ്റി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഇങ്ങനെ കടക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ബഹുമാനപ്പെട്ടവരുടെ ശരീരഘടന, ബഹുമാനപ്പെട്ട ബീബി ആയിഷ റളിയല്ലാഹു അൻഹ, അവരെയാണല്ലോ പറയാൻ ഏറ്റവും അർഹതപ്പെട്ട ആൾ. ഒരിക്കൽ ആയിഷ ബീവി സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മോളാണ്, അതറിയില്ലേ? ആ ആയിഷ ബീവിയോട് ഒരിക്കൽ ചോദിച്ചു, എങ്ങനെയായിരുന്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, റജുലുൻ അബിയലു നഹീഫുൻ ലാ യസ്തർഅൻ അഖവൈഹി. ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പഠിപ്പിച്ചു നൽകുന്നു, ഒന്ന് റജുലുൻ അബിയലു, വെളുത്ത മനുഷ്യനായിരുന്നു, പക്ഷേ നഹീഫുൻ, മെലിഞ്ഞ മനുഷ്യനാണ്, നല്ല സ്കെൽറ്റ് ആയിട്ടുള്ള നല്ല വെളുത്ത ഉയർന്ന ശരീരമുള്ള ഹൈറ്റുള്ള ഒരു മനുഷ്യൻ. ലാ യസ്തർഅൻ അഖവൈഹി, അദ്ദേഹത്തിന്റെ ഊരക്ക് വണ്ണം കുറഞ്ഞ മനുഷ്യനായിരുന്നു. വസ്ത്രം കൊടുത്താൽ അവിടെ നിൽക്കൂല എന്നർത്ഥം. ഊരങ്ങനെ തുണി എടുത്തു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഹദീസ് പറഞ്ഞു, മൻ ജറ ഇസാറഹു ഖുയലാഅ ഫല്യതബവ മഖഅദഹു. പിന്നെ ഒരു ഹദീസ് പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മനുഷ്യൻ മൻ ജറ ഇസാറഹു ബത്റൻ, അഹങ്കാരത്തോടുകൂടെ ഒരു മനുഷ്യൻ തന്റെ വസ്ത്രം വലിച്ചഴച്ച് നടക്കുകയാണെങ്കിൽ ലാ യൻദുറുല്ലാഹു ഇലൈഹി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹുവിലേക്ക് തിരിഞ്ഞു നോക്കില്ല എന്ന് പറഞ്ഞപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു കരഞ്ഞപ്പോൾ പറഞ്ഞു, നബിയെ നിന്റെ തുണി എപ്പോഴും താഴത്ത് കൂടിയാണല്ലോ, ഞാൻ വസ്ത്രം ധരിച്ചാൽ താഴത്തേക്ക് പോകുകയാണല്ലോ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങൾ പറഞ്ഞു, സിദ്ദീഖേ അത് കുഴപ്പമില്ല, ഇവിടെ പറയപ്പെട്ടത് ബത്റൻ, അഹങ്കാരത്തോടുകൂടെയാണ്. നിങ്ങൾ അങ്ങനല്ല, നിങ്ങൾക്ക് ഊരല്ല, അത് നിൽക്കൂല, അങ്ങനെ കിഞ്ഞോണ്ടിരിക്കും, അതുകൊണ്ട് അങ്ങനെയാണ് സംഭവിക്കുന്നത്, കുഴപ്പമില്ല എന്ന് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആശ്വസിപ്പിച്ചത് കാണാം. എന്റെ പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കുക അദ്ദേഹത്തിന്റെ ശരീരഘടന, അതുപോലെ തന്നെ മഅറൂഫുൽ വജ്ഹി, മുഖപ്രസന്നതയുള്ള ആളായി നമ്മളെപ്പോഴും നമ്മളിൽ ഉണ്ടാവേണ്ട ചില സ്വഭാവം. മറ്റൊരാളോട് നമ്മൾ എതിരിടുമ്പോ, അയാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോ, സംസാരിക്കുമ്പോ ഒരു ഉന്മേഷത്തോടുകൂടെ, ഒരു മുഖപ്രസന്നതയോടുകൂടെ, പുഞ്ചിരി പോലും സ്വതത്തയാണെന്ന് പഠിപ്പിക്കപ്പെട്ട ഒരു മതത്തിന്റെ അനുയായികളാണ് നമ്മൾ എന്ന ബോധം നമ്മളിൽ ഉണ്ടാവണം. ഒന്ന് പുഞ്ചിരിക്കാനെങ്കിലും നമുക്ക് കഴിയണം. അങ്ങനെ മുഖപ്രസന്നതയോടുകൂടെ, അതുപോലെ തന്നെ എപ്പോഴും നെറ്റിത്തടം ഉയർത്തുന്ന ഒരു സ്വഭാവക്കാരനായി, അല്ലെങ്കിൽ അങ്ങനെ ഒരു ശരീര പ്രകൃതിയുള്ള ആളായിരുന്നു ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നെറ്റിത്തടം എപ്പോഴും ഉയർത്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ വകാന യഖ്ലുബു ബിൽഹിനായി, മൈലാഞ്ചി കൊണ്ട് ചായം പൂശിയിരുന്നു. താടി മുടിയൊക്കെ നരച്ചാൽ അത് മൈലാഞ്ചിടുമായിരുന്നു എന്നുള്ളതാണ്. നമ്മൾ അനാവശ്യമായിട്ട് കളർ കൊടുക്കണ്ട. നമ്മൾ ഇവിടെ നിന്ന് ഹജ്ജ് കഴിഞ്ഞ് നാട്ടിലേക്ക് പോയാൽ നിങ്ങൾ എങ്ങനെയാണോ ഹജ്ജിലുണ്ടായിരുന്നത് അതേ രൂപത്തിൽ ഉണ്ടായിക്കോട്ടെ. നാട്ടിൽ പോയിട്ട് അതിനെന്താവണ്ട, നിങ്ങൾ കറുപ്പിക്കാൻ നിൽക്കരുത് എന്ന് സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു. നമുക്കത് ഗുണകരമായ കാര്യമല്ല. ഒന്ന്, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വയസ്സ്, നമ്മുടെ ആരോഗ്യമൊക്കെ നമ്മുടെ നാട്ടുകാർക്കും നമ്മുടെ വീട്ടുകാർക്കും കൂട്ടുകാർക്കും ഒക്കെ അറിയാം. എന്നിട്ടും നമ്മൾ എന്തിനാണ് പിന്നെ വലിയ ഒരു സമൂഹത്തെ വിഡ്ഢികളാക്കുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കി. നമ്മൾ കറുപ്പിക്കുക വഴി ഞാൻ എന്തോ ആണ് എന്ന് മറ്റുള്ളവരെ നമ്മൾ പറ്റിക്കുകയാണ്, വിഡ്ഢിയാക്കുകയാണ്. അത് നമ്മൾ
നമ്മുടെ ഉള്ളിൽ ഉണ്ടാവേണ്ട ഒരു സ്വഭാവമല്ല. എന്നാൽ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് പഠിപ്പിക്കപ്പെട്ടതുപോലെ ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സ്വഭാവം പോലെ നരച്ചതിനെ അദ്ദേഹം മൈലാഞ്ചി കൊണ്ട് ചായം പൂശുമായിരുന്നു. എന്ന് പറഞ്ഞാൽ മൈലാഞ്ചിട്ടിട്ട് മൈലാഞ്ചിയുടെ നിറം വരുത്തുമായിരുന്നു. അത് സുന്നത്താണ്. ആ സുന്നത്തിനെ അനുധാവനം ചെയ്യാൻ നമ്മൾ ശ്രമിക്കണമെന്ന് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു. പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളായിരുന്നു ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, എന്നെ കൊണ്ട് ആദ്യമായി വിശ്വസിച്ച ആൾ അവരുമൻ സദ്ദഖനി അബൂബക്കർ, എന്നെ കൊണ്ട് ആദ്യമായി വിശ്വസിച്ച ആൾ സിദ്ദീഖാണ്. അതുപോലെ തന്നെ അവരുമൻ സവ്വജനി അബൂബക്കർ, എന്നെ ആദ്യമായി ഒരു കന്യകയെ കല്യാണം കഴിപ്പിച്ച ആൾ അബൂബക്കറാണ്. അവരുമൻ സല്ലല്ലാഹു അലൈഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങളോടൊപ്പം ആദ്യമായി നിസ്കരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അവരുമൻ യദ്ഖുലു മഅീ ഫിൽ ജന്നത്തി അബൂബക്കർ, എന്നോടൊപ്പം ആദ്യമായി സ്വർഗ്ഗത്തിലേക്ക് അടിവെച്ച് കടന്നു പോകുന്നതും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആണ്. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സിദ്ദീഖായി കൊണ്ട് പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, മയ്യത്തുല്ലാഹ വറസൂൽ ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യിന വസ്സദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസന ഉലൈക റഫീഖാ. ആരെങ്കിലും അല്ലാഹുവിനും അല്ലാഹുവിന്റെ റസൂലിനെയും അനുസരിക്കുകയാണെങ്കിൽ ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം, അല്ലാഹു അനുഗ്രഹം ചെയ്തു കൊടുത്ത സൽക്കർമ്മകാരികളോടൊപ്പമാണ് അവരുണ്ടാവുക. മിനൻ നബിയ്യിൻ, ഒന്ന് നബിമാരാണവർ, വസ്സദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, സിദ്ദീഖീങ്ങളാണ്, ശുഹദാക്കളാണ്, സ്വാലിഹീങ്ങളാണ്. വഹസന ഉലൈക റഫീഖാ, അവർ റഫീഖായി തിരഞ്ഞെടുക്കുന്ന ആ വിഭാഗം സിദ്ദീഖീങ്ങൾ ഏറ്റവും ഉത്തമന്മാരാണല്ലോ. പരിശുദ്ധമായ ഖുർആൻ അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്, ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സിദ്ദീഖ് എന്ന് പറയുന്നത് വലിയൊരു പദവിയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ യഥാർത്ഥ പേര് ഞാൻ നേരത്തെ പറഞ്ഞ അബൂബക്കർ ആണല്ലോ. നേരത്തെ പറഞ്ഞ അബൂബക്കർ ബിൻ അബീ ഖുഹാഫ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പേര് അറിയപ്പെടുന്നത് ചരിത്രത്തിൽ. ബഹുമാനപ്പെട്ട അബൂബക്കർ എങ്ങനെയാണ് സിദ്ദീഖായത് എന്ന് ചോദിച്ചാൽ, ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ സമീപത്തേക്ക് ഇസ്രായിന്റെ രാത്രിയിൽ അല്ലാഹുവുമായി കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി പോകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ പോകാൻ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, ജിബ്രീലേ, ഒരു ചോദ്യം ചോദിക്കാണ്. ജിബ്രീലേ, ഞാൻ അവിടെ പോയി വന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഇത് വിശ്വസിക്കുവോ? നബി തങ്ങളുടെ ഉള്ളിൽ ഒരു സന്ദേഹം ഉണ്ടായിരുന്നു. ആ സമയത്ത് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയെ, ആര് വിശ്വസിച്ചില്ലെങ്കിലും സിദ്ദീഖ് വിശ്വസിക്കുന്നു. നബി തങ്ങൾക്ക് ആ വാക്ക് നൽകിയ കരുത്ത് ഭയങ്കരമായിരുന്നു. വല്ലാത്ത ഒരു കരുത്താണ് ആ വാക്ക് നൽകിയത്. ആ പാതിരാവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആകാശാരോഹണം നടത്തി തിരിച്ചു വന്നപ്പോൾ മസ്ജിദുൽ ഹറാമിൽ വന്ന് നിൽക്കുമ്പോൾ പ്രഭാത ശേഷം ഒരുമിച്ച് കൂടി ആളുകളോട് പറയുന്നു, ഇന്നലത്തെ രാത്രി ഞാൻ ഒരു യാത്ര പോയിട്ടുണ്ട്, അല്ലാഹുവിനെ കണ്ടിട്ടുണ്ട്, നിസ്കാരം സമ്മാനമായി ലഭിച്ചിട്ടുണ്ട്. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മുസ്ലിമീങ്ങളോടല്ലോ ഇത് പറഞ്ഞു കൊടുക്കുന്നത്. മക്കക്കാരാകുന്ന ഖുറൈശികളാകുന്ന ആൾക്കാരാണ് അവിടെ ഉള്ളത്. അവിടെയുള്ള ശത്രുക്കളാണ്, അമുസ്ലിമീങ്ങളാണ്, മുശ്രിക്കീങ്ങളാണ്. അവരോട് പറഞ്ഞപ്പോ അവര് ചിരിക്കാൻ തുടങ്ങി. നബി തങ്ങൾക്ക് സങ്കടം. അവർ വേറെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തപ്പിപ്പോയി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തപ്പിപ്പോയപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കണ്ടുമുട്ടിയ സന്ദർഭത്തിൽ പറഞ്ഞു, സിദ്ദീഖ്, ഇന്ന കാര്യം ഇന്നലെ രാത്രി സംഭവിച്ചതായി നിന്റെ മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് കേട്ടപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു. നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ആ പറഞ്ഞിട്ടാണ്. ഞാനത് വിശ്വസിച്ചു പറഞ്ഞു. അപ്പോഴാണ് അല്ലാഹു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നാവിലൂടെയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് അബൂബക്കറിന് സിദ്ദീഖ് എന്ന പേര് കൊടുത്തത്. പേരിട്ടാണ് അല്ലാഹു. ആരുടെ നാവിലൂടെ? ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ നാവിലൂടെ. ജിബ്രീൽ അലൈഹിസ്സലാമാണ് സിദ്ദീഖ് എന്ന പേരിട്ട് കൊടുക്കുന്നത്. അപ്പൊ പിന്നെ നമുക്ക് ആ ഒരു ഗണത്തിലേക്ക് എത്താൻ കഴിയുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. നമുക്ക് സിദ്ദീഖ് ആവാൻ പറ്റുമോ എന്നുള്ളതാണ്. പറ്റായൊന്നുമില്ല. നേരിയ രൂപത്തിൽ
ജീവിതത്തിൽ അള്ളാഹുവിന്റെ അടുത്ത് സിദ്ദീഖ് എന്ന പദവിയിൽ ഒരു മനുഷ്യൻ എത്തിപ്പെടണമെങ്കിൽ 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്ന്, നിർബന്ധമായ എല്ലാ കാര്യങ്ങളും ചെയ്യുക. എല്ലാ ഫർളും ചെയ്യാൻ കഴിയണം. ഒറ്റ ഫർള് ഒഴിവാക്കരുത്. ഫർളാണ്. ഫർള് എന്ന് പറഞ്ഞാൽ തന്നെ കുറ്റത്തിൽ നിന്ന് ഒഴിവാവാനുള്ളതാണ്. ലാഭം കിട്ടാനുള്ള ഒരു ബിസിനസ്സിൽ ക്യാപിറ്റലാണ്, നമ്മൾ മുടക്കുന്ന മുതലാണ് നമ്മുടെ ഫർള്. അതിന്റെ ലാഭമാണ് കിട്ടുന്ന സുന്നത്തുകൾ. നമുക്കൊരു പ്രോഫിറ്റ് കിട്ടുമല്ലോ ബിസിനസ്സിൽ എന്നതുപോലെ നമ്മുടെ പ്രോഫിറ്റ് സുന്നത്താണ് ഒരു മനുഷ്യന്റെ ഉയർച്ച അല്ലാഹു നിശ്ചയിക്കുന്നത്. അപ്പൊ കുറ്റത്തിൽ നിന്ന് ഒഴിവാവലാണ് ഫർള് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഫർളിൽ കൂലി തരണോ വേണ്ടെന്നുള്ള അള്ളാഹിന്റെ എടുക്കുന്ന കാര്യമാണ്. നമ്മൾ ചെയ്തിട്ടില്ലെങ്കിലോ കുറ്റം ഒഴിവാവും. കൂലി തരണോ വേണ്ടേ, അള്ളാഹു നമ്മുടെ കൽബിലേക്കാണ് നോക്കുന്നത്. അള്ളാഹു നമുക്ക് ചെയ്യുന്ന അമലുകൾക്ക് കൂലി നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു ഉന്നതമായ പദവി നമുക്ക് നൽകട്ടെ. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ കാര്യം, നിർബന്ധമായി ഇസ്ലാമിക എല്ലാ കാര്യങ്ങളും വാജിബാത്തുകൾ നിർവഹിക്കുക. രണ്ടാമത്തെ, എല്ലാ ഹറാമിൽ നിന്നും ഒഴിവാവുക, ഒറ്റ ഹറാമും ചെയ്യാതിരിക്കുക. മൂന്നാമത്തത്, സുന്നത്തുകൾ പരമാവധി എടുക്കുക, കറാഹത്തുകൾ. നാലാമത്തെ കാര്യം, കറാഹത്തുകൾ പരമാവധി ഉപേക്ഷിക്കുക. ഈ 4 കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ സാധിച്ചാൽ ഇതേ പദവിയിലേക്ക് അള്ളാഹു ഉയർത്തുമെന്ന് നമുക്ക് കിതാബുകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു നമുക്ക് ഉയർച്ച പ്രദാനം ചെയ്യട്ടെ. ഒരു കാലഘട്ടത്തിൽ മനുഷ്യന്റെ തെറ്റുകളൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടാവും. അള്ളാഹു പുറത്തു തരാൻ കഴിവുള്ളവനാണ്. അള്ളാഹു നമ്മൾ അങ്ങനെ ഇടങ്ങാറാക്കുന്ന ആളൊന്നുമല്ല. അള്ളാഹു സ്നേഹമാണ്. അള്ളാഹു നമ്മളെ എത്രത്തോളം അള്ളാഹു നമ്മോട് സ്നേഹം കാണിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ പരിശുദ്ധമായ ഖുർആനിലൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നുണ്ട്. നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ വിഷമത്തോടുകൂടെ ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ് എന്ന് പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ നിരാശരായി പോകരുത്. അള്ളാഹുവിന്റെ റഹ്മത്ത് വിശാലമാണ്. എത്ര തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ശരീരത്തോട് തെറ്റ് ചെയ്ത ആൾക്കാരെ, കുറ്റം ചെയ്ത മനുഷ്യന്മാരെ, അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ നിരാശരായി പോകരുത് എന്ന് പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നുണ്ടെങ്കിൽ അല്ലാഹു സ്നേഹമാണല്ലോ, അല്ലാഹുവിന് നമ്മോട് ഇഷ്ടമാണല്ലോ. ആ ഇഷ്ടത്തെ മുതലെടുക്കാൻ നമുക്ക് കഴിയണം. എത്ര തെറ്റ് ചെയ്താൽ അള്ളാഹിനോട് പറഞ്ഞാൽ അള്ളാഹു പുറത്തു തരും. നമ്മള് എന്തെങ്കിലും നമ്മളിൽ നിന്നൊരു അദബുകേട് സംഭവിച്ച് ഉമ്മാനോട് പറഞ്ഞാൽ ഉമ്മ പറ്റിപ്പോയതാണ്, ഞങ്ങൾ പൊരുത്തപ്പെട്ടാൽ നമ്മ പൊരുത്തപ്പെടൂലേ? വാപ്പാനോട് പറഞ്ഞാൽ വാപ്പ പൊരുത്തപ്പെടൂലേ? പിന്നെ അള്ളാഹ് പൊരുത്തപ്പെടാതിരിക്കും. ആലോചിച്ച് നോക്കി. അപ്പൊ അതുകൊണ്ട് തന്നെ എത്ര തെറ്റ് ചെയ്താൽ അതൊരു മനുഷ്യനുമായി ബന്ധപ്പെടാതിരിക്കാൻ നോക്കിയാൽ മതി. അള്ളാഹുമായി ബന്ധപ്പെട്ട തെറ്റുകൾ അള്ളാഹു പുറത്തു തരും. മനുഷ്യനുമായി ബന്ധപ്പെട്ടത് പൊരുത്തപ്പെട്ടു തരാൻ പ്രയാസാണ്. അത് ആ മനുഷ്യൻ തന്നെ വിചാരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആ കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ നേരത്തെ പറഞ്ഞത് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഖാല ഹാക മുർഉൻ സമ്മാഹു അല്ലാഹു സിദ്ദീഖൻ അലാ ലിസാനി ജിബ്രീല വഅലാ ലിസാനി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെയും മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെയും രണ്ടുപേരുടെയും നാവിലൂടെ സിദ്ദീഖ് എന്ന അല്ലാഹു പേര് വെച്ച് കൊടുത്ത മനുഷ്യനാണ്. അതിനേക്കാൾ മുകളിലേക്ക് ഒരു മനുഷ്യന് ഉയരാൻ സാധിക്കുകയില്ല. നമ്മുടെ കൂട്ടത്തിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉംറ ചെയ്തതിനേക്കാൾ ഉംറ ചെയ്ത ആൾക്കാർ സിദ്ദീഖ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഇങ്ങനെ മനസ്സിലായിട്ടുണ്ടാവും. ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉംറ ചെയ്തതിനേക്കാൾ ഉംറ ചെയ്തിട്ടുണ്ട്, ഹജ്ജ് ചെയ്തിട്ടുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ബഹുമാനപ്പെട്ടവർ സ്വതക്ക ചെയ്തതിനേക്കാൾ സ്വതക്ക ചെയ്ത ആളുകൾ ഉണ്ടായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു തന്റെ സമ്പത്ത് മുഴുവൻ സ്വതക്ക നൽകിയ മനുഷ്യനാണ്. ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നൽകിയതിനേക്കാൾ സ്വതക്ക ചെയ്തിരുന്ന മനുഷ്യൻ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ മദീനത്തുമായി ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തന്റെ മദീനത്ത് വീട്ടിലിരിക്കുമ്പോ ഒരു വലിയ കോലാഹലം കേൾക്കുന്നു. ആയിഷ ബീവി തന്റെ സ്വഹാബത്തിനോട് മുമ്പിൽ ഇരിക്കുന്ന ആളുകളോട് ചോദിക്കുന്നു, എന്താണ് ആ കേൾക്കുന്ന വലിയ ഒച്ചപ്പാട്? എന്താണ് പട കേൾക്കുന്ന വലിയ ഒച്ചപ്പാട് എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് അടുത്തിരുന്ന ആള് പറഞ്ഞു കൊടുത്തു, അത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ കച്ചവട സംഘം വരികയാണ്. അബ്ദുറഹ്മാന്റെ കച്ചവട സംഘം വരികയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മോളാണ് ആയിഷ ബീവി. നിങ്ങൾക്കറിയാലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയാണ്. നബി തങ്ങളോട് ഏറ്റവും മോരം ചേർന്നവരാണ്, ഹദീസുകളെ മനസ്സിലാക്കിയവരാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, മുട്ടുകാലിൽ ഇഴഞ്ഞിട്ടെങ്കിലും അബ്ദുറഹ്മാൻ സ്വർഗ്ഗത്തിൽ പോകട്ടെ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. സ്വഹാബിമാർ പോയി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുത്തു ഈ സംഭവം.
ആയിഷ ബീവി ഇങ്ങനെ നിങ്ങളെ പറ്റി പറഞ്ഞല്ലോ, മുട്ടുകാലിൽ അരഞ്ഞിട്ടെങ്കിലും നിങ്ങൾ സ്വർഗ്ഗത്തിൽ പോട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് കേട്ടപ്പോ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു നേരെ വന്നു ആയിഷ ബീവിയുടെ സമീപത്തേക്ക്. എന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചു. നബി തങ്ങൾ അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ടവർ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ മുട്ടുകാലിൽ അരഞ്ഞ് സ്വർഗ്ഗത്തിൽ പോയാൽ പോരാ, എനിക്ക് എഴുന്നേറ്റന്റെ കാലുകൾ കൊണ്ട് സ്വർഗ്ഗത്തിലേക്ക് പോകണം. അതിനെ ഞാനിതാ ഇന്നത്തെ കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ 700 ഒട്ടകങ്ങൾക്ക് ചുമക്കാനുള്ള ചരക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. 700 ഒട്ടകങ്ങളും അതിന്റെ മുകളിലുള്ള വലിയ ലാഭവും ഞാനിതാ ഈ നിമിഷം തന്നെ സ്വതക്ക ചെയ്യുന്നു എന്ന് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ എനിക്ക് മുട്ടുകാലിൽ നടന്നിട്ടല്ല സ്വർഗ്ഗത്തിൽ പോകേണ്ടത്, എനിക്ക് നേരെ നടന്നു പോകണം. സുദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ സ്വതക്ക ചെയ്ത മനുഷ്യന്മാരുണ്ട്, സുദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ യുദ്ധത്തിൽ പങ്കെടുത്തവരുണ്ട്. പക്ഷേ ഈമാനികമായി നോക്കിയാൽ സുദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കവച്ചു വെക്കാൻ കഴിയുന്ന ഒരാളുമില്ല. അതെപ്പോഴാ ബോധ്യപ്പെടാന്നറിയോ? പ്രതിസന്ധിയുടെ ഘട്ടത്തിലാണ് അത് ബോധ്യപ്പെടുക. ബഹുമാനപ്പെട്ട നബി ചില സന്ദർഭങ്ങളിൽ ചെയ്തു പോയ ചില പ്രവർത്തനങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട സുദ്ദീഖ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മക്കയിൽ നിന്ന് ഇവിടുത്തെ ആളുകൾ ആട്ടിയോടിക്കുമ്പോ, ഇവിടെ നിന്ന് പറഞ്ഞയക്കുമ്പോ, ആ പാതിരാവിൽ സുദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഒരൊട്ടകപ്പുറത്താണ് ആദ്യം യാത്ര ചെയ്തു പോകുന്നതെങ്കിൽ കുറെ കഴിഞ്ഞപ്പോ ഒട്ടകത്തെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ഈ ഒട്ടകണ്ടായി കഴിഞ്ഞാൽ മണൽ പരപ്പിലൂടെ യാത്ര ചെയ്തു പോയത് കണ്ടെത്താൻ കഴിയുമല്ലോ. രണ്ടുപേരും നടക്കാൻ തുടങ്ങി. നടക്കാൻ തുടങ്ങിയപ്പോൾ നബി തങ്ങൾ തന്റെ കാലിന്റെ 2 പെരുവിരൽ 2 തള്ളവിരൽ നിലത്തിങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് സുദ്ദീഖിന്റെ കാലും കൂടി ഒപ്പം കണ്ടാൽ മനസ്സിലാവുമല്ലോ. നബിതങ്ങളുടെ എല്ലാം സമൂഹം ശ്രദ്ധിച്ചിട്ടുണ്ട്. നബിതങ്ങൾ നടന്നു പോയ കാൽപാദങ്ങളെ പോലും തിരിച്ചറിയാൻ കഴിയുമായിരുന്നു. ആ സമയത്ത് ബഹുമാനപ്പെട്ട സുദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, മുത്ത് നബിയെ നിങ്ങളെ ഞാൻ എടുത്തോളാന്ന് പറഞ്ഞിട്ട് തോളിലാണ്ടേറ്റി ഒരു 1.5 മനുഷ്യൻ, ഒരു വലിയ മനുഷ്യനെ സുദ്ദീഖ് റളിയല്ലാഹു അൻഹു നിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോയത് തിരിച്ചറിയോന്ന് പേടിച്ചിട്ട് എടുത്തിട്ട് തോളിലേറ്റിയിട്ട് കൊണ്ടുപോയി. ബഹുമാനപ്പെട്ട സുദ്ദീഖ് റളിയല്ലാഹു അൻഹു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മയിലേക്കാണ് കൊണ്ടുപോയത്. എത്ര പ്രയാസം സഹിച്ചിട്ടായിരിക്കും ആ രാത്രിയിൽ തന്റെ ഹബീബിനെ സ്നേഹിച്ചത്. അതേ ഓർത്തോറിന്റെ അകത്തളത്തിൽ തന്റെ ഹബീബിനെ കൊണ്ടുപോയി വെക്കുന്നതിന് മുമ്പ് പുറത്ത് നിർത്തിയിട്ട് പറഞ്ഞു, മുത്ത് നബിയെ ഞങ്ങൾ അവിടെ നിൽക്കി, ഞാനൊന്ന് കയറി നോക്കട്ടെ, എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് സംഭവിച്ചാൽ മതിയല്ലോ. അതാണ് ഈമാൻ. നിന്റെ ഹബീബിനൊന്നും പറ്റൂലല്ലോ, പറ്റാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തിയിട്ട് ഉള്ളിലേക്ക് കയറിയിട്ട് ധരിച്ചിരുന്ന വസ്ത്രത്തിൽ നിന്ന് കഷ്ണങ്ങനെ കീറി എടുത്തിട്ട് ഓരോ ദ്വാരങ്ങളും അടച്ചു വെച്ചിട്ട് അതിന്റെ അവസാനം ബഹുമാനപ്പെട്ട 2 പൊത്ത് ബാക്കിയായപ്പോ ആ പൊത്തിന്റെ ഉള്ളിലേക്ക് കാലിന്റെ തള്ളവിരല് തിരികെ വെച്ചിട്ട് നബിതങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, മുത്ത് നബിയെ ഇനി വന്നോളി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ വിളിച്ചു വരുത്തി മടിയിൽ കിടത്തിയിട്ട് നബിതങ്ങൾ ഇങ്ങനെ റാഹത്തിൽ ഉറങ്ങുന്നത്, ക്ഷീണുണ്ട്, പ്രയാസമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, രാത്രി മുഴുവൻ യാത്ര ചെയ്തതാണ്. അങ്ങനെ മടിയിൽ കിടത്തി ഉറക്കിയപ്പോ വേദന നബിതങ്ങൾ ക്ഷീണം സഹിച്ചിങ്ങനെ ഉറങ്ങുന്നത് ആസ്വദിച്ച് നോക്കി നിൽക്കുമ്പോഴാണ് സന്തോഷത്തിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചാരി ഉറങ്ങട്ടെ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉറങ്ങണില്ല, മടിയിൽ കിടത്തിയിട്ട് ഇങ്ങനെ നോക്കി നിന്ന് ആസ്വദിക്കാണ് എന്റെ ഹബീബ് ഉറങ്ങുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമയത്താണ് കാലിന്റെ വിരലിൽ പാമ്പ് കുത്തുന്നത്. ആ പാമ്പ് കൊത്തിയ പാമ്പിനെ പോലും ഞങ്ങളുടെ കൂടെ ആളുകൾ പറഞ്ഞുകൊടുക്കുന്ന സമയത്ത് ആ പാമ്പിനെ പോലും ഇസ്ലാമിക ചരിത്രത്തിൽ ഇന്നൊരു ആക്ഷേപിക്കപ്പെട്ടിട്ടില്ല. നബിതങ്ങൾ വരുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ട് 500 കൊല്ലത്തോളം വർഷമായി നബിതങ്ങളെ തെരഞ്ഞു നടന്ന പാമ്പാണത്. സ്വഹാബി ആവാൻ വേണ്ടി നടന്ന പാമ്പാണെന്ന് അർത്ഥം. നബിതങ്ങളെ കാണാൻ വേണ്ടി ആഗ്രഹിച്ച് കൊതിച്ചു നടന്ന പാമ്പ് ഇവിടുന്ന് കാണാൻ എത്തിയപ്പോഴാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിരലും കയറ്റി വെച്ചത്. അവിടുന്ന് കാണാൻ തടസ്സം വന്നപ്പോഴാണ് കൊത്തിയത് എന്നാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊത്തിയ പാമ്പ് നബിതങ്ങളെ കണ്ടതിന് ശേഷം പിന്നീട് ചത്തുപോയി എന്ന് കാണാം. കാരണം അതിന്റെ ജീവിതത്തിന്റെ ദൗത്യം പൂർത്തിയായി, അതിന്റെ ആഗ്രഹം പൂർത്തിയായി. അത് അതിന്റെ ആഗ്രഹത്തെ ഉള്ളൂ. അല്ലാഹു റസൂലിനെ കാണണം, പൂജിച്ച് നടന്നതാണ്.
ചത്തുപോയി, അതിന്റെ ആവശ്യം കഴിഞ്ഞു, ആഗ്രഹം സഫലീകരിക്കപ്പെട്ടു, അതിന്റെ ജീവിതം അവസാനിപ്പിക്കപ്പെട്ടു പോയി. നമ്മളെ നാട്ടിൽ നിന്നൊക്കെ എത്രയോ ആൾക്കാര് ഹജ്ജിനും ഉംറക്കും പോരുന്ന സമയത്ത് എനിക്ക് അവിടെ എത്തിയിട്ട് ഹജ്ജ് കഴിഞ്ഞ് ഉംറ കഴിഞ്ഞ് അവിടെ തന്നെ മരിക്കണമെന്ന് നീയത്ത് വെച്ച് വന്ന ആൾക്കാരുണ്ട്. ഇവിടെ മരിച്ചു പോയ എത്ര ആൾക്കാരുണ്ടാക്കാൻ? അവരുടെ ഉദ്ദേശം പൂർത്തിയായി. അവരുടെ ഉദ്ദേശം ഹൃദയത്തിൽ നിന്നുള്ള ഖബൂലിയത്ത് അല്ലാഹുവിൽ നിന്ന് ലഭിക്കുന്ന ഇറാദത്തായ ഉദ്ദേശമായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അല്ലാഹു സാധിപ്പിച്ചു കൊടുത്തു. ഒരിക്കൽ നമുക്ക് വിഷയത്തിലേക്ക് മടങ്ങി വരാം. ഞാൻ ഒരു ചെറിയ സംഭവം കൂടി പറയാം. മദീനത്ത് ഒരിക്കൽ ഒരു സംഭവം ഉണ്ടായി. ഒരു ഉമ്മ അവിടെ നിന്ന് ഇവിടെ ഉംറക്ക് കഴിഞ്ഞ് മദീനത്ത് പോയി. മദീനത്ത് നിന്ന് ഒരു ഉമ്മ മരണപ്പെട്ടു. അവരെ മരണവിവരം അറിയിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ആരെയും ഒന്ന് അന്വേഷിച്ചിട്ട് കിട്ടിയില്ല. അവരുടെ കുടുംബങ്ങളെ ബന്ധപ്പെട്ടവരൊന്നും ആരാണ് ഉംറയുടെ ടീമിൽ പോകുന്നതാണ്, അവരെ അന്വേഷിക്കാൻ അറിയിക്കാൻ നിവൃത്തിയില്ല. ഏതായിരുന്നാലും ഉമ്മയെ അവിടെ നിന്ന് കുളിപ്പിച്ചു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കൊണ്ടുപോയി. ആ ഉമ്മയെ മറവ് ചെയ്തതിന്റെ ശേഷം ഉമ്മാന്റെ ബാഗ് എടുത്ത് പരിശോധിച്ച സമയത്ത് അതിൽ നിന്നൊരു ചെറിയ സ്ലിപ്പ് കിട്ടി. ആ സ്ലിപ്പിൽ ഒരു ഫോൺ നമ്പർ ഉണ്ടായിരുന്നു. ആ ഫോൺ നമ്പറിൽ എടുത്ത് ബന്ധപ്പെട്ടപ്പോ ഒരു പുരുഷൻ നാട്ടിൽ ഫോൺ എടുത്തു. അവിടെ അകന്ന ബന്ധത്തിൽപ്പെട്ട ഒരാൾ ഫോൺ എടുത്തതിന് ആ ഫോൺ എടുത്ത് കഴിഞ്ഞപ്പോൾ ആ മനുഷ്യനോട് പറഞ്ഞത്രേ, നിങ്ങളെ ഇന്ന സ്ത്രീ മദീനത്ത് മരണപ്പെട്ടിട്ടുണ്ട്, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാണ് അയാള്. അങ്ങനെ ചോദിച്ചു, അത് പറഞ്ഞത് ആ ഉമ്മാന്റെ വലിയ രണ്ട് ആഗ്രഹങ്ങളിൽ ഒരു ആഗ്രഹമായിരുന്നു മദീനത്ത് മരിക്കുക എന്നുള്ളത്. അപ്പൊ ഇയാൾ ചോദിച്ചാൽ എന്താ മറ്റാഗ്രഹം എന്ന് ചോദിച്ചാലോ? രണ്ടാമത്തെ ഉമ്മയുടെ ആഗ്രഹം ഉണ്ടായിരുന്നത് കുട്ടികളെ വലിയ ഇഷ്ടമായിരുന്നു. ഉമ്മാക്ക് കുട്ടികളില്ല, അവിടെ ഭർത്താവ് നേരത്തെ മരിച്ചുപോയതാണ്. അതുകൊണ്ട് കുട്ടികളെ ഭയങ്കര കളിപ്പിക്കുക, കുട്ടികളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. കുട്ടികളെ കളിപ്പിക്കുക, ഒരു കുട്ടി ഉണ്ടാകുക എന്നുള്ളത് വലിയ ആഗ്രഹമായിരുന്നു ജീവിതത്തിൽ എന്ന് പറഞ്ഞപ്പോ ഈ മനുഷ്യൻ പറഞ്ഞത്ര പടച്ചോനെ ആഗ്രഹം നിറവേറ്റി കൊടുത്തിട്ടുണ്ട്. ആ ഉമ്മാനെ കൊണ്ടുപോയി മറവ് ചെയ്യാൻ വേണ്ടി ഖബറിലേക്ക് വെച്ചപ്പോ ഓടി വന്നിട്ട് ഒരാൾ പറഞ്ഞത്രേ, ഈ കുട്ടിന്റെ മയ്യത്ത് കൂടെ വെക്കിട്ടോ എന്ന് പറഞ്ഞിട്ട് ഉമ്മാന്റെ നെഞ്ചോട് ചേർത്തിട്ട് ഒരു കുട്ടിയുടെ മയ്യത്ത് കൂടി വെച്ചു കൊടുത്തു എന്ന് മദീനത്ത് ഒരു സംഭവം ഉണ്ടായത്. അതായത് അവിടെ കുട്ടികൾക്ക് വേണ്ടി കുട്ടിയെ സെപ്പറേറ്റ് പുതിയ ഖബർ ഒഴിക്കാറില്ല. കുട്ടികളെ ഏതെങ്കിലും വലിയ ആൾക്കാരുടെ ഖബറിൽ ഇറക്കി വെക്കുകയാണ് ചെയ്യാറുള്ളത്. അങ്ങനെ ഖബർ ചെയ്യണം. ഇവിടുത്തെ രീതി അതാ. ആ രൂപത്തിൽ കുട്ടിയെ കൂടി ഉമ്മാനെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു കൊടുക്കുന്ന ഉദ്ദേശം അല്ലാഹുവിനെ ഉദ്ദേശിച്ചുകൊണ്ട് ആ സ്നേഹത്തോടെ കൽബിൽ നിങ്ങളൊരു കാര്യം തീരുമാനമെടുത്തതാണെങ്കിൽ ആ തീരുമാനം അല്ലാഹു നിറവേറ്റി തരുമെന്നുള്ളതാണ് ഇതുവഴിയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ആ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചവരായിരുന്നു, നബി തങ്ങളോടൊപ്പം ചേർന്ന് നിന്നവരായിരുന്നു എന്നുള്ളതാണ് നമുക്കതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. എന്നാൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈമാനിലേക്ക് ചേർത്തി വെച്ചാൽ നമുക്കൊരാൾക്കും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കാണിച്ച ആ സ്നേഹത്തിന് അവരോടൊപ്പം ചേർന്ന് നിന്ന ഈമാനിയെ പകരമാവാൻ നമുക്ക് കഴിയുകയില്ല. ബദർ യുദ്ധം നടക്കുന്ന സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ മസ്ജിദുൽ ഹരീഷ് എന്ന് പറയുന്ന ബദറിൽ ഒരു പള്ളിയുണ്ട്. നമ്മൾ ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ഉണ്ടെങ്കിൽ ഇവിടുന്ന് മദീനത്തേക്ക് പോകുന്ന സമയത്ത് ബദറിലൂടെ പോകും. കാണാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ മസ്ജിദുൽ ഹരീഷ് എന്ന് പറയുന്ന പള്ളിയുടെ ആ പള്ളി ഇന്ന് നിൽക്കുന്ന സ്ഥലത്താണ് അന്ന് സഅദ് റളിയല്ലാഹു അൻഹു അവർക്ക് വേണ്ടി ഒരു കൂടാരം കെട്ടിക്കൊടുത്തത്, ഒരു ചെറിയ ടെന്റ് നിർമ്മിച്ചത്. ആ ടെന്റിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ടെന്റിൽ കാവലിരിക്കുക എന്ന് ചോദിച്ചപ്പോൾ ആ സമയത്ത് മലക്കുകൾ പറഞ്ഞു, അവിടെ മലക്കുകളുടെ കാവൽ ആവശ്യമില്ല, അവിടെ സിദ്ദീഖ് നിൽക്കുന്നുണ്ട്. മലക്കുകൾ കാവൽ നിൽക്കാൻ വേണ്ടി ഇറങ്ങി വരുന്ന സന്ദർഭം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ കൂടാരത്തിന് കാവൽ നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ മലക്കുകളുടെ കാവൽ പോലും ആവശ്യമില്ല എന്ന് പറയുന്നിടത്തേക്ക് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ വളർന്നിരുന്നു. ഒരിക്കൽ സ്വഹാബിമാരോട് അലി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, അഖ്ബിറൂനി മൻ അശ്ജഉൻ നാസ്, ആരാണ് ഈ ഉമ്മത്തിലെ ഏറ്റവും ധീരനായ മനുഷ്യൻ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അന്നേരം ആ ജനങ്ങളൊക്കെ കൂടിയിട്ട് അലി റളിയല്ലാഹുവിനെ പറ്റി പറഞ്ഞു, അന്ത, നിങ്ങളാണ് അലി എന്ന് പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു ധീരനാണ്, ശൂരനാണ് എന്നവർക്ക് അറിയാം. നേരത്തെ ഖൈബർ യുദ്ധം നടക്കുന്ന സന്ദർഭത്തിൽ ഖൈബർ കോട്ടയുടെ വാതിൽ 80 ആളുകൾ മാത്രം എടുത്തു പൊക്കിയാൽ പൊങ്ങുന്ന ഒരു വാതിൽ തന്റെ ഒറ്റ കൈയിലെടുത്ത് പൊന്തിച്ചിട്ട് വാൾ കൊണ്ട് യുദ്ധം ചെയ്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു. യുദ്ധം കഴിഞ്ഞതിന് ശേഷം പിന്നെ 80 ആൾക്കാർ കൂടിയിട്ടാണ് ആ വാതിൽ അവിടെ എടുത്ത് പൊന്തിച്ചത് എന്ന് കാണാം. അപ്പൊ എല്ലാരും പറഞ്ഞു, അലി നിങ്ങളാണ് ഈ സമൂഹത്തിലെ ധീരൻ, ഈ ഉമ്മത്തിലെ ധീരൻ അലിയാണെന്ന് പറഞ്ഞപ്പോ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ല, ഈ ഉമ്മത്തിലെ ധീരൻ അശ്റഫുന്നാസി അബൂബക്കർ, ഈ ഉമ്മത്തിലെ ഏറ്റവും ധീരനായ മനുഷ്യൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്.
ബദർ നടക്കുന്ന സമയത്ത് സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാവൽ ആരാണ് ഏറ്റെടുക്കുക എന്ന് ചർച്ച വന്നപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ഞാൻ നോക്കിക്കോളാം. അത് ഞാൻ നോക്കിക്കോളാം. നബി തങ്ങൾ നിങ്ങൾ ആരും നോക്കാൻ വരണ്ട, നബി തങ്ങളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറയാൻ മാത്രം ഒരു മനുഷ്യന്റെ ധീരത വളർന്നിട്ടുണ്ടെങ്കിൽ, സ്നേഹം വളർന്നിട്ടുണ്ടെങ്കിൽ, അതുവഴിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളേക്ക് അവർ പാലം പണിഞ്ഞത്. ആ പാലത്തിലൂടെയാണ് അവർക്ക് സ്വർഗ്ഗം അല്ലാഹു വാജിബാക്കി കൊടുത്തത് എന്ന് നമ്മളെപ്പോഴും നമ്മൾ മനസ്സിലാക്കുക. അലി റളിയല്ലാഹു തന്നെ ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു അതിന്റെ മുമ്പിൽ ഇരിക്കുന്ന ആൾക്കാരോട് ചോദിക്കാണ്, ഫിർഔനിന്റെ സമൂഹത്തിലെ മുഅ്മിനാണോ അതോ ഈ സമൂഹത്തിൽ നമ്മുടെ സിദ്ദീഖാണോ ഏറ്റവും വലിയ ഈമാനികമായി ഉറച്ചുള്ള ആളുകൾ ചോദിച്ചപ്പോ സ്വഹാബത്തിനോട് അലി റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഈ ആസിയ ബീവി റളിയല്ലാഹു അൻഹ ഫിർഔനിന്റെ സമൂഹത്തിലെ മുഅ്മിനായിരുന്നല്ലോ, ആസിയ ബീവിയുടെ 1000 മണിക്കൂറിനേക്കാൾ അലി റളിയല്ലാഹു ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 1 മണിക്കൂറിന് ശ്രേഷ്ഠത എന്താണ് പറഞ്ഞു കൊടുത്തത്. കാരണം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരുടെ ഈമാൻ പരസ്യമാക്കിയവരാണ്. ആസിയ ബീവി റളിയല്ലാഹു അൻഹ അവരുടെ ഈമാൻ രഹസ്യമാക്കിയാണ് ആദ്യകാലത്തിൽ വെച്ചിട്ടുള്ളത്. അവസാനമാണല്ലോ വെളിവാകുന്നതും പിന്നീട് അവരെ കൊല്ലപ്പെടുന്നതും. എന്നാൽ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈമാൻ പരസ്യമാക്കിയ ഈമാനായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ ഈമാൻ ധൈര്യം പകർന്നിരുന്നു. ആ ധൈര്യത്തിലാണ് പരിശുദ്ധമായ ഇസ്ലാമിനെ വളർത്തിക്കൊണ്ടുവന്നത്. ആ ഈമാനാണ് ഈ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ഉയർന്നുന്നത് എന്ന് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ട് തന്നെ എപ്പോഴും പറയുമായിരുന്നു, എന്റെ സ്വാഹിബിന്റെ കാര്യത്തിൽ നബി തങ്ങളുടെ സ്വാഹിബായി തെരഞ്ഞെടുത്തത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നിങ്ങൾ എന്നെ ബുദ്ധിമുട്ടിക്കരുത്, അതായത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കുറ്റത്തിലേക്ക് വന്നാലും പറയരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും പറയുമായിരുന്നു. നമ്മൾ അങ്ങനെയാണല്ലോ, നമ്മൾ സ്നേഹം ഉണ്ടാകുന്ന സന്ദർഭത്തിൽ അങ്ങനെ പറയുന്ന ഒരു വാക്കാണത്. നമ്മൾ ഭാര്യയോട് പറയും, ഉമ്മാന്റെ കുറ്റനോട് പറയരുത് കേട്ടോ, ഉമ്മ തേഞ്ഞ മനുഷ്യത്തിൽ നമുക്കൊക്കെ അറിയാം ഉമ്മാന്റെ കുറ്റം ഉണ്ടാവും. എന്നാൽ നമ്മൾ ഭാര്യനോട് പറയും, ഉമ്മാന്റെ കുറ്റം എന്നോട് പറയരുത് കേട്ടോ, അത് കേൾക്കാൻ കഴിയില്ല, അതൊരു സ്നേഹത്തിൽ നിന്നുണ്ടാകുന്ന വാക്കാണ് എന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇങ്ങോട്ട് പറയില്ല, നബി തങ്ങൾ തിരിച്ച് ഇങ്ങോട്ട് പറയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാ, നബി തങ്ങൾ പറയാ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറ്റിയ കുറ്റനോട് പറയരുത് കേട്ടോ, അത് കേൾക്കാൻ കഴിയില്ല. എന്ത് മാത്രം ഉണ്ടാവുക കൽബിലുള്ള സ്നേഹം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അല്ലാഹു അവിടത്തോടൊപ്പം സ്വർഗ്ഗത്തിൽ കൂടാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുന്നു. പർവാന കോ ചിറാഗ് ഹേ, വെളിച്ചത്തിലേക്ക് അടുത്ത് വരുന്ന പാറ്റക്ക് വെളിച്ചം മതിയെങ്കിൽ ബുൽബുൽ കോ ഫൂൽ ബസ്, ഒരു ബുൾബുൽ പക്ഷിക്ക് പുഷ്പം മതി, ഒരു കുരുവിക്ക് പുഷ്പം മതി, അതിന്റെ പൂന്തേൻ നുകർന്നുകൊണ്ടാണ് അത് പോകുന്നതെങ്കിൽ സിദ്ദീഖ് കേ ലിയേ ഹേ ഓർ ഖുദാ കാ റസൂൽ ബസ്, സിദ്ദീഖിന് എപ്പോഴും റസൂൽ മതി സല്ലല്ലാഹു അലൈഹി വസല്ലം. എപ്പോഴും എനിക്ക് എന്റെ ഹബീബ് മതി, എന്റെ റസൂൽ മതി, വേറെ ഒന്നും വേണ്ടതില്ലെന്ന് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരുന്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതുവല്ലാത്ത ഒരു സ്നേഹമാണ്. ഓരോന്നും ചെന്ന് ചേരാൻ ആഗ്രഹിക്കുന്നിടത്തേക്കാണ് ചെന്ന് ചേരുന്നതെങ്കിൽ സിദ്ദീഖ് ആഗ്രഹിച്ച ചേരൽ നബിതങ്ങളിലേക്കുള്ള ചേരലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ് അവർ സ്വർഗ്ഗത്തിന്റെ ഉന്നതമായ വാതായനങ്ങളിലേക്ക് കടന്നു പോകാൻ അവസരമുണ്ടായത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പറഞ്ഞു, സിദ്ദീഖിന്റെ സമ്പത്ത് ഉപകാരപ്പെട്ടതുപോലെ എനിക്ക് വേറൊരാളുടെ സമ്പത്ത് ഉപകാരപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ ഇന്റേത് എന്ന് പറയണ്ട, നമ്മളത് നിങ്ങളത് എന്ന് പറഞ്ഞോളേ, നിങ്ങളത് എന്ന് പറഞ്ഞോളേ, എന്റെ ഒക്കെ നിങ്ങൾ തന്നെയാണല്ലോ. ഒരു നല്ല കൂട്ടുകാരൻ എങ്ങനെ തിരിച്ചറിയാൻ ചോദിച്ചപ്പോ പറഞ്ഞു കൊടുത്തു, കൂട്ടുകാരൻ എങ്ങനെ തിരിച്ചറിയാം, ഇപ്പൊ എന്റെ കൂട്ടുകാരാണ് ബഹുമാനപ്പെട്ട സിദ്ദീഖ് ഹാജി എനിക്ക് പറയണമെന്നുണ്ടെങ്കിൽ സിദ്ദീഖ് ഹാജിയുടെ പോക്കറ്റിലുള്ള സമ്പത്ത് ഇന്റതുപോലെ ചെലവഴിക്കാൻ എനിക്ക് കഴിയണം, അപ്പോഴാണ് യഥാർത്ഥ കൂട്ടുകാരനാകുന്നത്. എന്റെ മനസ്സിലുണ്ടാവും എന്റെ മുതല് ചെലവാ സിദ്ദീഖ് ഹാജിയുടെ പോക്കറ്റിലുള്ള മുതല് സമ്പത്ത് ഞാൻ എന്റെ സമ്പത്ത് പോലെ ചെലവഴിക്കാൻ എനിക്ക് കഴിയുന്നുവെങ്കിൽ ഞങ്ങൾ ഉത്തമരായ സുഹൃത്തുക്കളാണ്. അത് കഴിയുന്നില്ലെങ്കിൽ ഉത്തമരായ സുഹൃത്തുക്കളെ രണ്ട് ഭാഗത്ത് ചിന്തിച്ചാൽ അങ്ങനെ തന്നെ വരാം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി ഇന്റേതെന്ന് പറയല്ലേ, ഇന്റേതൊക്കെ നിങ്ങളതാണ്. അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു ഈമാനികമായ അവസ്ഥയിലേക്ക് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉയർന്നു വന്നു എന്നുള്ളതാണ്.
ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറ്റിയിട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞു കൊടുത്തു, മാത അബൂബക്കറിൻ മാ തറക മാലൻ വലാ ശൈആ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായി പോയി. മബാരപ്പെട്ടവർ മാ തറക മാലൻ വലാ ശൈആ, തന്റെ കുടുംബത്തിന് വേണ്ടി ഒരു സമ്പത്തും അവശേഷിപ്പിച്ചിട്ടില്ല, ഒന്നും തന്നെ ബാക്കിയാക്കാതെയാണ് ഈ ഭൂമി ലോകത്തിൽ നിന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിടവാങ്ങി പോകുന്നതെങ്കിൽ. എന്നാൽ ഒരു കാലത്ത് സമ്പത്തില്ലാത്ത ഓരോരുത്തരെ പറ്റിയിട്ടാണ് ചിന്തിക്കേണ്ടത്. ഇല്ലാത്ത ഒരാളൊന്നും ഇല്ലാതെ മരിച്ചു പോകുകയല്ല. ഇസ്ലാമിലേക്ക് വരുന്ന കാലഘട്ടത്തിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ 40,000 സ്വർണ്ണ നാണയം ഉണ്ടായിരുന്നു. 40,000 സ്വർണ്ണ നാണയം. അത് ഇസ്ലാമിലേക്ക് കടന്നു വന്നത് 38ാമത്തെ വയസ്സിലാണ്. 38ാമത്തെ വയസ്സിൽ നബി തങ്ങൾ 40ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടി. രണ്ടുപേരും തമ്മിൽ 2 വയസ്സിന്റെ വ്യത്യാസമാണ്. 38ാമത്തെ വയസ്സിൽ ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുസ്ലിം ആയിട്ടുണ്ട്. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുസ്ലിമായി പിന്നീട് മദീനയിലേക്ക് തന്റെ ജീവിതത്തിൽ പിന്നീടുള്ള 13 കൊല്ലം കഴിഞ്ഞ് മദീനയിലേക്ക് ഇവിടുന്ന് കടന്നു പോകുമ്പോൾ തന്റെ കയ്യിൽ ആ കാലഘട്ടത്തിലുള്ള ഉന്നതനായ ഒരു കച്ചവടക്കാരൻ 40,000 സ്വർണ്ണ നാണയം കയ്യിലുള്ള മനുഷ്യൻ മദീനയിലേക്ക് പോകുമ്പോൾ കേവലം 5,000 വെള്ളി നാണയം മാത്രമേ തന്റെ കയ്യിൽ സമ്പത്തായി ഉണ്ടായിരുന്നുള്ളൂ. അതും കഴിഞ്ഞിട്ട് ഈ ഭൂമി ലോകത്തിൽ നിന്ന് വഫാത്തായി പോകുന്ന ഒരു സന്ദർഭത്തെ പ്രിയപ്പെട്ട പൊന്നുമോൾ അടയാളപ്പെടുത്തിയത് ഇങ്ങനെയാണ്. ബഹുമാനപ്പെട്ട മാത അബൂബക്കറിൻ മാ തറക മാലൻ വലാ ശൈആ, ഒന്നും തന്നെ അവശേഷിപ്പിക്കാതെയാണ് കടന്നുപോയത്, ഒന്നും ബാക്കി വെച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ യുദ്ധ ഫണ്ടിലേക്ക് സംഭാവന കൊടുക്കാൻ പറഞ്ഞു. യുദ്ധത്തിന്റെ ഫണ്ട്, യുദ്ധത്തിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ്, ഫണ്ടിലേക്ക് സംഭാവന തരുന്നതെന്ന് പറഞ്ഞു. സ്വഹാബിമാരൊക്കെ സംഭാവനയുമായി വന്നു. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ എന്ന കാലത്ത് അല്പം സമ്പത്തൊക്കെ ഉള്ള ആളുകളുടെ കൂട്ടത്തിലാണുള്ളത്. എന്റെ കയ്യിൽ അല്പം സമ്പത്തുണ്ട്. ഈ സമയങ്ങളിൽ ഈ കാലം അത്രയും സിദ്ദീഖിനെ ജയിക്കാൻ ഒരു അവസരം പോലും എനിക്ക് ലഭിച്ചിട്ടില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇന്നെങ്കിലും ഒന്ന് പരാജയപ്പെടുത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. എന്റെ സമ്പത്തിന്റെ മൊത്തം പകുതിയെ എടുത്തിട്ട് ഞാൻ നബി തങ്ങളുടെ സമീപത്ത് വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. സമ്പത്തിന്റെ പകുതി എടുത്തിട്ട് നബി തങ്ങളുടെ അടുത്തേക്ക് വന്നു. കുറെ നേരം കഴിഞ്ഞിട്ട് സിദ്ദീഖ് ഇങ്ങനെ നോക്കിക്കാണ് റളിയല്ലാഹു അൻഹു. ഇങ്ങനെ നോക്കി നിൽക്കാണ്. ഇങ്ങനെ നോക്കി നിന്നിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരുന്ന സമയത്ത് കയ്യിൽ ചെറിയൊരു പൊതിയേ ഉള്ളൂ. ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിൽ സന്തോഷമായി. ഈ സമയത്തെങ്കിലും എനിക്ക് തോൽപ്പിക്കാൻ പറ്റുമല്ലോ. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു വന്നപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, മാ ബഖൈത ലി അഹ്ലിക, ഉമറേ നിന്റെ കുടുംബത്തിന് വേണ്ടി നീ എന്താണ് ബാക്കി വെച്ചിട്ടുള്ളത്? ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, മിത്ല ഹാദാ, ഇതുപോലെ ഞാൻ ഈ കൊണ്ടുവന്നതുപോലെ ഒന്ന് എന്റെ കുടുംബത്തിനും ബാക്കി വെച്ചിട്ടുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നപ്പോഴും ചോദിച്ചു, മാ ബഖൈത ലി അഹ്ലിക യാ അബൂബക്കർ, നിന്റെ കുടുംബത്തിന് വേണ്ടി നീ എന്താണ് അവിടെ ബാക്കി വെച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബഖൈതു ലഹുല്ലാഹ വറസൂലഹു, അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും അവർക്ക് ബാക്കി വെച്ചിട്ടുണ്ട്. നിന്റെ വീട്ടിലുള്ള മൊത്തം സമ്പത്താണ് ഈ കൊണ്ടുവന്നിട്ടുള്ളത്. ഇല്ല, ഇനിയൊരു യുദ്ധത്തിന് പോകുമ്പോൾ ചോദിച്ചാൽ എടുത്തു തരാൻ സിദ്ദീഖിന്റെ അടുത്ത് ഇല്ല റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ ഉമർ കരഞ്ഞു പോയില്ല. ആ ഒറ്റ കരച്ചില് പറഞ്ഞിട്ട് പറഞ്ഞു, ഇനി ഞാൻ ഒരിക്കൽ പോലും ഞാൻ സിദ്ദീഖിനെ മറികടക്കൂല, ഇനി കഴിയില്ല എന്ന് പറഞ്ഞു. ഇനി ഒരിക്കലും കഴിയില്ല. അതിന്റെ അവസരമൊക്കെ കഴിഞ്ഞു പോയി. ഒരിക്കൽ പോലും പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല ഈമാനിന്റെ വിഷയത്തിൽ. ആ ഒരു ഘട്ടത്തിലേക്ക് ഉയർന്നു വന്ന് അങ്ങനെ ഉന്നതമായ ഒരു പദവിയിലേക്ക് എത്തുന്ന സമയം, ആ പദവിയിലേക്ക് എത്താൻ അവരൊക്കെ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ അങ്ങനത്തെ സ്വഭാവങ്ങൾ ഉണ്ടാവുകയാണ് വേണ്ടത്. ഞങ്ങൾക്ക് പറയുന്നത് ഇവരിലുള്ള സൽക്കർമ്മങ്ങളെ, ഗുണങ്ങളെ നമ്മളിലേക്ക് കൊണ്ടുവന്ന് ഇതുവഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്നേഹമുള്ള ആളുകളായി അവിടുന്ന് ഇങ്ങോട്ടൊരു പാലം പണിത് കിട്ടാനുള്ള ശ്രമമാണ് നമ്മുടെ കൽവിൽ ഉണ്ടാവേണ്ടത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുബ്ഹി നിസ്കാരം കഴിഞ്ഞിട്ട് തിരിഞ്ഞിരുന്നിട്ട് ചോദിച്ചു, മനസ്വാമില്ലയോ എന്നായിരിക്കാം നോമ്പുള്ളത് ചോദിച്ചു. ഇന്നാർക്കാ നോമ്പുള്ളത് ചോദിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് നോമ്പില്ല നബി എന്നാണ്. എനിക്ക് നോമ്പില്ല, കാരണം ഞാൻ നോമ്പ് എടുക്കാൻ കരുതിയിട്ടില്ല. ആരും ഒന്നും പറഞ്ഞില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, ഞാൻ ഇന്നലെ കിടക്കുമ്പോൾ നാളെ നോമ്പ് നോൽക്കണമെന്നാണ് കിടന്ന നിയ്യത്ത് ചെയ്തിട്ടാണ് കിടന്നിട്ടുള്ളത്. ഇന്നത്തെ ദിവസം എനിക്ക് നോമ്പുണ്ട്. നോക്കി. എന്നാൽ രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെയും ചോദിച്ചു, മൻ അസ്ബഹ മിൻകും യഅദ മരീള, ഇന്നത്തെ ദിവസം ഒരു രോഗിയെ സന്ദർശിച്ചതാരാണ്? ആരപ്പോ രോഗിനെ സന്ദർശിക്കുന്നത്?
ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി നേരം വെളുത്തിട്ടല്ലേ ഉള്ളൂ, പോകാൻ നേരം കിട്ടിയില്ലല്ലോ, നേരം വെളുത്തിട്ടുള്ളൂ, സുബഹിസ്കാരം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ, ഞങ്ങളൊന്ന് പോകും ഇൻഷാ അല്ലാഹ്. ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നലത്തെ രാത്രിയിൽ ബലഗനി അന്നാഖി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ഷാഖുൻ, എന്റെ സഹോദരൻ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് രോഗിയാണെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഫജഅൽതു ത്വരീഖി ഇലൽ മസ്ജിദി അലൈഹി, ഈ പള്ളിയിലേക്ക് ഇന്ന് വരുന്ന വഴി ഞാൻ അദ്ദേഹത്തിന്റെ സമീപത്ത് പോയിട്ടാണ് വന്നിട്ടുള്ളത്. അൻദുറ കൈഫ അസ്ബഹ, എങ്ങനെ നേരം വെളുത്തു എന്നറിയാൻ. രോഗിയായി കഴിഞ്ഞാൽ ഉറങ്ങാൻ കഴിയില്ലല്ലോ, രാത്രിയിൽ ആശ്വാസം ഉണ്ടായിരുന്നോ എന്നറിയാൻ ഞാൻ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ ഒന്ന് പോയി കണ്ടിട്ടാണ് പള്ളിയിലേക്ക് വന്നത്. പിന്നെയും ഇങ്ങനെ അത്ഭുതത്തോടു കൂടെ നോക്കി, എന്തൊരു മനുഷ്യനാണ്. നബി തങ്ങൾ മൂന്നാമതും ചോദിച്ചല്ല, ഇന്ന് നേരം പുലരുമ്പോ ഇതേ സമയത്ത് ഒരു മിസ്കീനിന് ഭക്ഷണം കൊടുത്ത ആൾക്കാർ നിങ്ങളെ കൂട്ടത്തിലുണ്ടോ? ചോദ്യം പറഞ്ഞേ, നേരം വെളുത്തിട്ടല്ലേ ഉള്ളൂ, നേരം വെളുത്തിട്ടല്ലേ ഉള്ളൂ, സമയമുണ്ടല്ലോ. ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, നബിയേ, ഞാൻ പള്ളിയിലേക്ക് ഇങ്ങനെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ വീട്ടിലേക്ക് പള്ളിയുടെ സമീപത്തുകൂടെ പോകുമ്പോ ഇവിടെ ഒരു മനുഷ്യൻ ഇങ്ങനെ ഭക്ഷണത്തിന് വേണ്ടി ഇരിക്കുന്ന ഒരു മിസ്കീനായ മനുഷ്യനെ ഞാൻ കണ്ടു. ഞാൻ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ വീട്ടിൽ നിന്ന് വരുമ്പോ അവിടുന്ന് റൊട്ടി വാങ്ങിയിട്ടാ പോകുന്നത്. ആ റൊട്ടി ആ മനുഷ്യനെ കഴിപ്പിച്ചിട്ടാണ് പള്ളിയിലേക്ക് കയറിയതെന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ നബി തങ്ങൾ പറഞ്ഞു, അബ്ശിർ ബിൽ ജന്ന, സിദ്ദീഖേ, സ്വർഗ്ഗം കൊണ്ട് സന്തോഷിച്ചോടി കേട്ടോ. മൂന്ന് സ്വഭാവം ഉണ്ടായത്, മൂന്ന് സ്വഭാവം സുന്നത്തും വജു. ഞാൻ നോമ്പുള്ളവർ ഉപ്പമാരോട് ഇരിക്കുന്നുണ്ട്, ഉപ്പമാരി ഇരിക്കുന്നുണ്ട്, അല്ലാഹു കബൂലാക്കട്ടെ. നല്ല സ്വഭാവമാണത്, നല്ല മുഅ്മിനായ മനുഷ്യന്റെ, മുത്തഖിയായ മനുഷ്യന്റെ സ്വഭാവമാണ് സുന്നത്തും അനുഷ്ഠിക്കുക എന്നുള്ളത്. ഞാൻ അതിന് പ്രോത്സാഹിപ്പിച്ചു കാരണം നിങ്ങൾ ഹജ്ജിന് ബാത്തിലാകുന്ന, ഹജ്ജിന് കേടുപാട് പറ്റുന്ന, ശരീരത്തിന് ക്ഷീണം പറ്റുന്ന പ്രവർത്തനം നിങ്ങൾക്ക് ഉണ്ടാവരുത് എന്നുള്ളത് കൂടി ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങളെ ജബലിനൂർ ഓർമ്മൊന്നും കൊണ്ടേ കയറ്റാൻ ബുദ്ധിയില്ലായിട്ടല്ല, പക്ഷെ നിങ്ങളെ കയ്യിലോ കാലിനോ കേടുപറ്റി മുട്ടുകാലിന് വേദന വന്നാൽ പ്രധാനപ്പെട്ട നിങ്ങൾ വലിയ സംഖ്യ മുടക്കി ഇവിടെ വന്നിട്ടുള്ള ഹജ്ജ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടാണല്ലോ, അതിന് കോട്ടം തട്ടുന്ന് പേടിച്ചിട്ടാണ് ചെയ്യിക്കാത്തത്. നിങ്ങളുടെ നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ അല്ലാഹു നിറവേറ്റി തരട്ടെ, ആഗ്രഹങ്ങളൊക്കെ അല്ലാഹു സഫലീകരിച്ചു തരട്ടെ, കാമിലായ രൂപത്തിൽ ഹജ്ജ് ചെയ്യാൻ അല്ലാഹു ഭാഗ്യം തരട്ടെ. അത് കഴിഞ്ഞിട്ട് അല്ലാഹു നമുക്ക് ആരോഗ്യം നിലനിർത്തി തരട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. ഹജ്ജ് ഒന്നും കഴിയട്ടെ, അതുവരെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പറഞ്ഞത് അബ്ശിർ ബിൽ ജന്ന, സ്വർഗ്ഗം കൊണ്ട് സന്തോഷിച്ചെന്ന് പറഞ്ഞു. ഒരിക്കലും ഇതേപോലെ ഞാനിങ്ങനെ കുറെ നല്ല കാര്യങ്ങളിലൂടെ മനസ്സ് കൊണ്ടുപോകുന്നത് ഇങ്ങനെ ഉണ്ടാവണം എന്ന് എഴുതിയിട്ടാണ്. നബി തങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു, സ്വർഗത്തിൽ 8 വാതിലുണ്ട്. നോമ്പുകാരെ ഒരു വാതിൽ വിളിക്കും, ബാബു സൗം, നോമ്പുകാരെ വിളിക്കും. ബാബു സദഖ, സദഖ ചെയ്ത മനുഷ്യന്മാരെ വിളിക്കും. ബാബുൽ ഹജ്ജ് ഉണ്ട്, ഹജ്ജ് ചെയ്ത മനുഷ്യന്മാരെ വിളിക്കും. അങ്ങനെ അങ്ങനെ ഓരോ വാതിൽ ഇങ്ങനെ വിളിക്കുന്ന സിദ്ദീഖ് അതൊരു ബുദ്ധിയുള്ള കാര്യമൊന്നുമല്ല, അത് ചെയ്ത മനുഷ്യന്മാരെ. എല്ലാ വാതിലും വിളിച്ചാൽ ആരെങ്കിലും ഉണ്ടാവുമോ എന്ന് ചോദിച്ചു. എല്ലാ വാതിലും വിളിക്കുന്ന, എല്ലാ വാതിലെയും പേര് വിളിക്കപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ നബി തങ്ങൾ പറഞ്ഞു, അതിൽ അന്നെ ഞാൻ കാണുന്നുണ്ട്. ആ കൂട്ടത്തിൽ എല്ലാ വാതിലും വിളിക്കുന്ന പേര് വിളിക്കപ്പെടുന്നവരിൽ സിദ്ദീഖേ, ആരില്ലെങ്കിലും നിങ്ങളതിൽ ഞാൻ കാണുന്നുണ്ട്, നിങ്ങളതിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്, നിങ്ങളതിൽ ഉണ്ടാവുന്നു. ആ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് സ്വർഗത്തിൽ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വീടും ഉമർ റളിയല്ലാഹുവിന്റെ വീടും ഒക്കെ നബി തങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടല്ലോ. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വീടൊക്കെ കയറി നോക്കി, ഉമർ റളിയല്ലാഹുവിന്റെ വീട് കയറി നോക്കിയില്ല. നാട്ടിലെ നബി തങ്ങളോട് നബി തങ്ങൾ ഈ സംഭവം പറഞ്ഞെടുത്തപ്പോ ഉമർ റളിയല്ലാഹു ചോദിച്ചപ്പോ കയറി നോക്കിക്കൂടാ എങ്കിലേ നബിയെ, എന്നിട്ട് റൂമൊക്കെ നമുക്ക് വീടൊക്കെ ഒന്ന് കയറി നോക്കിക്കൂടാ, സ്വർഗത്തിലെ വീടേ. നബി തങ്ങളെ മിറാജിന്റെ രാത്രിയിൽ പോയപ്പോ ഒന്ന് കയറി നോക്കിക്കൂടാ എങ്കിൽ എന്റെ വീട് എന്ന് ചോദിച്ചപ്പോ ഉമർ റളിയല്ലാഹുവിനോട് പറഞ്ഞു, സിദ്ദീഖിനെ എനിക്ക് അറിയാം, ഞാൻ എന്ത് ചെയ്താലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് കരുതി ഉമർ റളിയല്ലാഹുവിനോട് കരഞ്ഞു. എനിക്ക് ഇഷ്ടപ്പെടാതിരിക്കോ നബിയെ? ഒരു കാലഘട്ടത്തിൽ ഒരു നാട് മുഴുവൻ വിറപ്പിച്ച് നടന്നിരുന്ന ഒരു മനുഷ്യൻ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ ആയി തീർന്നത് പരിശുദ്ധമായ ഇസ്ലാമിൽ വന്നപ്പോഴാണ്. ആ ഒരു സ്നേഹത്തിലേക്ക് എത്തിയിട്ട് അവസാനം ചോദിച്ചു, നബി അത് പറ്റാതിരിക്കോ, എനിക്കത് ഇഷ്ടപ്പെടാതിരിക്കോ നബിയെ എന്ന് ചോദിക്കുന്നിടത്തേക്ക് ഒരു മനുഷ്യൻ, ധീരനായ ഒരു മനുഷ്യനായി തീർന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരം ചേർന്നപ്പോഴാണ്. അത് ചേരാൻ നമുക്ക് കഴിയണം. അതിന് എന്തെങ്കിലും എന്താ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നമ്മുടെ സ്നേഹം നമുക്ക് കൊടുക്കാൻ കഴിയണം. അങ്ങോട്ട് കിട്ടിയത് അങ്ങോട്ട് നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നുണ്ടല്ലോ, നമ്മൾ ആസ്വദിക്കുന്നുണ്ടല്ലോ. നമ്മൾ ആലോചിച്ച് നോക്ക്, നബി തങ്ങൾ അല്ലാഹുവിനോട് ഒരിക്കലും ഒരു ദുആ നടത്തിയിട്ടുണ്ട്. നബി മദീനത്ത് പോയി ഇൻഷാ അല്ലാഹ് ഭാഗം നമ്മൾ നടന്നു കാണും.
നബി തങ്ങൾ ഒരിക്കൽ അള്ളാഹുവിനോട് പള്ളിയിൽ ഇരുന്നിട്ട് മടന്നു വരുന്ന വഴിയിൽ ഒരു പള്ളിയുണ്ട് ഇജാബ, ആ പള്ളിയിൽ ഇരുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹിനോട് ചോദിക്കുന്നുണ്ട്, നബിയെ ഈ സമൂഹത്തിൽ രണ്ട് കാര്യത്തിന് വേണ്ടി അള്ളാഹിനോട് ദുആ ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം കോലം മറിക്കരുത് എന്നുള്ളതാണ്. മുമ്പൊക്കെ പഴയ നബി തങ്ങളുടെ ആദ്യഘട്ടത്തിൽ തന്നെ മരണപ്പെട്ട ആൾ ചിലപ്പോ പന്നിയുടെ കോലം, കുരങ്ങിന്റെ കോലം മറിയുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. നബി തങ്ങളാണ് അള്ളാഹിനോട് പറഞ്ഞത്, അള്ളാഹുവേ നിന്റെ സമൂഹത്തിലോ വേണ്ടട്ടോ ഇടങ്ങാറാക്കരുത്. അള്ളാഹു അത് സ്വീകരിച്ചു എന്നാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ആ റഹ്മത്ത് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നുണ്ട്, ആസ്വദിക്കുന്നുണ്ട്. നമ്മളെ വാപ്പാന്റെ മുഖം കാണാൻ നമുക്ക് പറ്റുമായിരുന്നോ? ഉമ്മാന്റെ മുഖം ചിലപ്പോ ഏതവസ്ഥയിലൂടെ കടന്നു പോകുന്ന അള്ളാഹ്ക്കല്ലേ അറിയൂ ഏതവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന്. പക്ഷേ ആ അവസരത്തിൽ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് ഇങ്ങോട്ട് കാണിച്ച സ്നേഹമാണ് നമ്മൾക്ക് ആസ്വദിക്കുന്നത്, അനുഭവിക്കുന്നത്. തിരിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം. സ്വലാത്ത് കുറച്ചെന്തെങ്കിലും നിങ്ങൾ വെറുതെ നടക്കുമ്പോ കയ്യിൽ തസ്ബീഹ്മാല പിടിച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് ഇവിടെ തന്ന സമയത്ത് ഇവിടുത്തെ മിനിസ്റ്ററിയുടെ ആളുകൾ ഒരു കിറ്റ് തന്നു. ആ കിറ്റിൽ ഒരു കൗണ്ടർ ഉണ്ട്. കാണാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ വലിയ കുട്ടിയെ കൊണ്ടാൻ വേണ്ടി തന്നതല്ലല്ലോ, ചൊല്ലി നടക്കാനുള്ളതാണ്. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലി ആ സ്വലാത്തിലൂടെ ഒരു പാലം പണിയൂ. ആ സ്വലാത്തിലൂടെ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കൂ, ഇഷ്ടപ്പെടൂ. അതുവഴി നബി തങ്ങളിലേക്ക് കടന്നു പോകാൻ നമുക്ക് കഴിയണം. അതിനുള്ള ശ്രമമാണ്, അതിനുള്ള പ്രവർത്തനമാണ് നമ്മളിൽ നിന്ന് ഉണ്ടാവേണ്ടത്. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു പാതിരാത്രിയിൽ നടന്നു പോയി തന്റെ പ്രജകളെ നോക്കിയത് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് തുടങ്ങിയ ആള് സിദ്ദീഖാണുള്ളത് റളിയല്ലാഹു അൻഹു ആർക്കും അറിയില്ല. ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇടയ്ക്കിടയ്ക്ക് രാത്രി വീട്ടിൽ നിന്ന് കാണാതാകുന്നത് ഉമർ റളിയല്ലാഹു അൻഹു ശ്രദ്ധിച്ചു. ഇടയ്ക്കിടയ്ക്ക് സിദ്ദീഖ് രാത്രി കൊടുക്കാൻ പോണതെന്ന് അങ്ങനെ നോക്കി നിന്നിട്ട് ഒരു ദിവസം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഒരു വഴിയിലൂടെ സ്ഥിരമായി പോകുന്ന ശ്രദ്ധയിൽപ്പെട്ടു. ഒരു മരത്തിന്റെ മുകളിൽ കയറിയിരുന്നു, ഒരു പെരീക്ക് പോയി കയറുന്നത് കണ്ടു. ആ വീട്ടിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോന്നതിന്റെ ശേഷം ഉമർ റളിയല്ലാഹു അൻഹു പോയി നോക്കി. അവിടെ വൃദ്ധയായ ഉമ്മ കിടക്കുന്നുണ്ടായിരുന്നു. ആ ഉമ്മാക്ക് വേണ്ട പരിചാരണങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോയത്. പിറ്റേ ദിവസം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരുന്നതിന് മുമ്പ് ഉമർ റളിയല്ലാഹു അൻഹു പോയി ആ കാര്യങ്ങളൊക്കെ ചെയ്തു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നപ്പോഴേക്കും ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിറ്റേ ദിവസവും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരത്തിന് മുകളിൽ കയറിയിട്ട് കാത്തുന്നു, ആരായിരുന്നു വരുന്നെന്ന് അറിയാൻ വേണ്ടിയിട്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ കാത്തു നിന്നപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു വന്നപ്പോ കൈയോടെ പിടിച്ചിട്ട് പറഞ്ഞു, ഉമറേ ചെല്ല ചെയ്യേണ്ടത്, ഞാൻ ഈ സമൂഹത്തിൽ അല്ലാഹുവിനെ ഖലീഫയായി തിരഞ്ഞെടുത്തതാണ്. ഈ സമൂഹത്തിന്റെ ഖലീഫയായി അല്ലാഹുവിനെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നാളെ അല്ലാഹു എന്നവരാണ് ചോദ്യം ചോദിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. പിന്നീട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇതേ സംഗതി തുടർന്നു പോന്നു. ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായി. പിറ്റേ ദിവസം ഈ സംഗതി ചെയ്യുന്നതിന് വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹു ചെന്ന സമയത്ത് ആ ഉമ്മയുടെ വായിലേക്ക് റൊട്ടി കഷ്ണങ്ങൾ വെച്ചു കൊടുത്ത സമയത്ത് ആ ഉമ്മ ചോദിച്ചത്രേ, മോനെ സിദ്ദീഖ് വഫാത്തായില്ലേ എന്ന് ചോദിച്ചോലോ. അതെ, സിദ്ദീഖ് വഫാത്തായി എന്ന് പറഞ്ഞു. ഉമ്മ അങ്ങക്ക് എങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചോലോ. മോനെ, ഇന്നലത്തെ ദിവസം വരെ എന്റെ വായിൽ പല്ലില്ല എന്ന് മനസ്സിലാക്കിയ സിദ്ദീഖ് അവർ കഴിച്ച റൊട്ടി കഷ്ണം വായിൽ വെച്ചിട്ട് ചവച്ചരച്ച് ഉമിനീര് കൂട്ടിയിട്ടാ എന്റെ വായിലേക്ക് തന്നത്. ഇന്ന് എന്റെ വായിലേക്ക് വന്നത് റൊട്ടിയുടെ കഷ്ണമാണ് എന്ന് മനസ്സിലായപ്പോൾ സിദ്ദീഖ് പോയി എന്ന് ഞാൻ മനസ്സിലാക്കി എന്ന് കണ്ണ് കാണാത്ത ഉമ്മ പറയണമെങ്കിൽ അവിടത്തോളം വളരാൻ, അവിടത്തോളം ഉയരാൻ ഒരു മനുഷ്യൻ അല്ലാഹു ദറജ നൽകിയെങ്കിൽ ആലോചിച്ച് നോക്കൂ. അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താനാണ്, അത് മനസ്സിലാക്കാനാണ്, ആ സ്നേഹം ഉണ്ടാവാനാണ്. ആ സ്നേഹത്തിലൂടെ അല്ലാഹുവിന്റെ റസൂലിലേക്ക് ഒരു പാലമിട്ട് പോകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഇഷ്ടപ്പെട്ടാൽ കഴിയുന്നേ. നമ്മളെ കൂട്ടത്തിൽ സ്വപ്നം കണ്ടെത്ത ആൾക്കാർ ഇരിക്കുന്നുണ്ടാവും, അവരും ഉണ്ടാത്തോണ്ടല്ലേ. ഇഷ്ടം പോലെ ആൾക്കാർ ഇഷ്ടംപോലെ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കണ്ട ആൾക്കാരുണ്ട്. ബഹുമാനപ്പെട്ട നേരിൽ കണ്ട ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ടല്ലോ. ഇഷ്ടം പോലെ ആൾക്കാർക്ക് കൈ കൊടുത്തിട്ടില്ലേ? വസ്സാലിമാന്റെ കിതാബിൽ കാണാം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ മനസ്സിൽ കിതാബിൽ വസ്സാലിമ പറയുന്നുണ്ട്, ചില ദിവസങ്ങളിൽ എന്റെ വീടിന് സമീപത്തുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു വരാറുണ്ട്. കണ്ണുകൊണ്ട് കണ്ടു എന്നാ പറഞ്ഞത്. അവരിങ്ങനെ ഇടയ്ക്കെന്റെ വീടിന് സമീപത്തോടെ വരാറുണ്ട്. അവര് വരുന്നേ, സ്നേഹിച്ചാലൊക്കെ ഉണ്ടാവും, നമ്മുടെ വീട്ടിലൊക്കെ വരും, ഇഷ്ടപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. മുമ്പൊരിക്കൽ എന്നോട് ഉമ്മ പറഞ്ഞിട്ടുണ്ട്, എന്റെ വീട്ടിൽ കയറി വന്നതും ഞാൻ ആ മണം ശരിക്കും ആസ്വദിച്ചറിഞ്ഞു, എന്റെ റൂമിൽ പോയിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടാവും.
അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാൻ, ഇഷ്ടപ്പെടാൻ, അവരിലേക്ക് ഒരു പാലം പണിതു വെക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്. ബഹുമാനപ്പെട്ടവർ, വഫാത്തായി പോകുന്ന ദയനീയമായ ഒരു സന്ദർഭമുണ്ട്. നമ്മളൊക്കെ വഫാത്തിന് പല കാരണങ്ങളും ഉണ്ടാവാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി എന്നതായിരുന്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തിന്റെ കാരണം. വേറെ കാരണമൊന്നുമില്ല. പനി ഉണ്ടായിട്ടുണ്ടായിരുന്നു അവസാന ഘട്ടത്തിൽ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായത് മുതൽ ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ ഒരു പ്രത്യേകമായ ക്ഷീണം ബാധിക്കുകയും വിഷാദരോഗം അവർക്ക് പിടിപെടുകയും ചെയ്തു. നബി തങ്ങൾ വഫാത്തായപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെട്ട രണ്ടാൾക്കാര്, രണ്ടിലൊരാൾ മരണപ്പെട്ടാൽ അവര് മരണപ്പെട്ടു എന്നുള്ളത് കൊണ്ട് തന്നെ മറ്റാൾ ആലോചിച്ച് മരണപ്പെട്ടു എന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത് ആലോചിച്ച് എന്നാൽ ചെയ്യുന്ന എല്ലാ ഉത്തരവാദിത്തങ്ങളും നിർവഹിച്ച് അവസാനം 63-ാമത്തെ വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് മടങ്ങിപ്പോയി എന്നുള്ളതാണ്. ആ അവസരത്തിൽ അവസാന സമയം ബഹുമാനപ്പെട്ടവരുടെ പ്രധാനപ്പെട്ട ഒരു കറാമത്ത് കാണാം. ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസയും വഹിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന് സമീപം വന്നപ്പോൾ വനൂദി അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ് ഹാദാ അബൂബക്കർ ബിൽ ബാബ്, ഇദാ അബൂബക്കർ നിങ്ങളുടെ വാതിലിന് മുമ്പിൽ കൊണ്ടുവരപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഫഇദൽ ബാബ് ഖദ് ഫതഹ്, ആ സമയത്ത് റൗദയുടെ വാതിൽ തുറക്കപ്പെട്ടു. എന്നിട്ട് ഇദാ ബിഹാതിഫിൻ യഖ്തഫു മിനൽ ഖബർ, ഖബറിൽ നിന്ന് അശരീരി കേട്ടു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചു പറഞ്ഞു അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്, ഹബീബിനെ ഹബീബിലേക്ക് ചേർത്തോളൂ. വറുൽ ഹബീബ ഇലൽ ഹബീബ്, എന്റെ ഹബീബിനെ ഇതിലേക്ക് കൂട്ടിക്കോളൂ. എന്റെ ഹബീബ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമാണ്. ആണ് കൂട്ടാൻ പറഞ്ഞു. രണ്ടുപേരും റൗദയുടെ ഉള്ളിലായി. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചതും ഇഷ്ടപ്പെട്ടതും അത് അല്ലാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും ആഗ്രഹിച്ചുകൊണ്ടാണ്. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരിക്കലല്ല, മക്ക ഫതഹിന്റെ സന്ദർഭത്തിൽ മക്ക വിജയം നടന്ന മുസ്ലിമീങ്ങൾ വിജയശ്രീലാളിതരായി നിൽക്കുമ്പോൾ ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് അബൂ ഖുഹാഫ എന്നവർ 90 വയസ്സിലധികം പ്രായമുണ്ട്. അവരെ കൈ പിടിച്ചിട്ട് നബി തങ്ങളുടെ സമീപത്തേക്ക് ഞങ്ങൾ കൊണ്ടുവന്നപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, സിദ്ദീഖേ, പാൻ ഇങ്ങോട്ട് വിളിക്കേണ്ടില്ലായിരുന്നു, നമുക്ക് അങ്ങോട്ട് പോകായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അങ്ങോട്ട് പോയാൽ മതിയായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അബൂ ഖുഹാഫ എന്ന നബി സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് മുസ്ലിമായപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞപ്പോ കൂടി നിന്ന ആളുകൾ ചോദിച്ചു, സിദ്ദീഖേ, ഈ സമയത്ത് നിങ്ങൾ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ വാപ്പ മുസ്ലിമാകുന്നതിനേക്കാൾ നബി തങ്ങളുടെ വാപ്പ അബൂ ത്വാലിബ് മുസ്ലിമാവലായിരുന്നു എന്റെ ഇഷ്ടം, അതായിരുന്നു ഞാൻ ആഗ്രഹിച്ചത് എന്ന് പറഞ്ഞിട്ട് കരഞ്ഞു പോയി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ ഒരു സ്നേഹമാണ്. നിന്റെ വാപ്പ മുസ്ലിമായി സ്വർഗ്ഗത്തിൽ പോകുന്നതിനേക്കാൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാപ്പ അബൂ ത്വാലിബ് മുസ്ലിമായി സ്വർഗ്ഗത്തിൽ പോകാനായിരുന്നു എന്റെ ഇഷ്ടം, അതായിരുന്നു ഞാൻ ആഗ്രഹിച്ചത് എന്ന് പറഞ്ഞാൽ കഴിയുന്നത്. അതാണ് ഈമാൻ, അതാണ് സ്നേഹം. ആ ഹബ്ബിലൂടെയാണ് സ്വർഗ്ഗത്തിലേക്ക് എത്തേണ്ടത്. ആ ഹബ്ബാണ് നബി തങ്ങളിലേക്ക് കൊടുക്കേണ്ടതാണ്. തിരിച്ച് നമുക്ക് ഇങ്ങോട്ട് നേടാൻ, ഇങ്ങോട്ട് കിട്ടാൻ നമുക്ക് ശ്രമിക്കേണ്ടത്. ഒരു പാൽ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ അവിടുന്ന് ഇങ്ങോട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നോട്ടം ഉണ്ടാകും. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്ന ദിവസം വരിക്കും. ഞാൻ ആ സ്നേഹം നിങ്ങളോട് സൂചിപ്പിച്ചത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം സൂചിപ്പിച്ച ഒരു ബർക്കത്തിന് വേണ്ടിയിട്ടാണ്. സ്വഹാബിമാരുടെ അല്ലെങ്കിൽ സ്വഹാബിയാത്തുകളുടെ ഏതെങ്കിലും ഒരാളോടെങ്കിലും പ്രത്യേകമായ ഇഷ്ടം നമ്മുടെ കൽബിൽ ഉണ്ടാവണം. ഒരാളെങ്കിലും, എല്ലാവരുടെയും പരമാവധി പഠിക്കാൻ മനസ്സിലാക്കാൻ കഴിയുന്നിടത്തോളം നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. എന്നാൽ ആ കൂട്ടത്തിൽ നിന്ന് ഒരാളോടെങ്കിലും പ്രത്യേകമായ ഇഷ്ടം നമ്മുടെ കൽബിലുണ്ടെങ്കിൽ നാളെ അവരുടെ കയ്യും പിടിച്ച് തൂങ്ങിയിട്ട് സ്വർഗ്ഗത്തിൽ കണ്ടു പോകാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഉമ്മമാരെ, ബീവി ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ജീവിതം നിങ്ങൾ പഠിക്കണം. ആയിഷ ബീവിയുടെ ജീവിതം പഠിക്കണം. നബിതങ്ങളുടെ ഭാര്യമാരുടെ ഫാത്തിമ ബീവിയുടെ ജീവിതം പഠിക്കണം. അവരിൽ നിന്ന് ഏതെങ്കിലും ഒരാളോട് പ്രത്യേകമായ ഒരു സ്നേഹം, എല്ലാവരും സ്നേഹിക്കണം, ഇഷ്ടപ്പെടണം, എന്നാൽ ഉള്ളിനുള്ളിൽ പ്രത്യേകമായ ഇഷ്ടം നമുക്കുണ്ടാവണം. ആ ഇഷ്ടത്തിലുള്ള സ്വർഗ്ഗത്തിലേക്കുള്ള പാലം നമ്മൾ പണിയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അർഹമർ റഹീമായ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ അല്ലാഹുവേ, നിങ്ങൾ ഒത്തുകൂടുന്നത് നീ സ്വീകരിക്കണേ റഹ്മാനേ. പറഞ്ഞതും കേട്ടതും സ്വാലിഹായ സൽക്കർമ്മമാക്കണേ അല്ലാഹുവേ. അവിടത്തോടുള്ള ഇഷ്ടം ഞങ്ങളുടെ ഹൃദയത്തിൽ നീ വർദ്ധിപ്പിച്ചു നൽകണേ റഹ്മാനേ. മുത്ത്
ഞങ്ങൾക്ക് അങ്ങോട്ട് അറിയിക്കാനുള്ള മാർഗങ്ങൾ ഞങ്ങൾക്ക് ഇട്ട് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ സുബ്ഹാനല്ലാഹുവിന്റെ ഹബ്ബ് പ്രകടിപ്പിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അവർക്ക് ഞങ്ങളിലേക്ക് തിരിച്ചും നീ ഹബ്ബ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും നീ പൊറുത്തു നൽകണേ അല്ലാഹ്. സയ്യിആത്തുകൾ ഹസനാത്തുകളായി തബ്ദീൽ ചെയ്യപ്പെടുന്നവരിൽ അല്ലാഹുവേ ഞങ്ങളെ ചേർക്കണേ റഹ്മാനെ. നിന്റെ മുത്തഖികൾ നീ ഇഷ്ടപ്പെടുന്നവർ എത്ര തെറ്റ് ചെയ്താലും ആ തെറ്റുകളൊക്കെ നീ അവർക്ക് നന്മയാക്കി നൽകുമല്ലോ. പടച്ചോനെ ആ വിഭാഗത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് രോഗികൾക്ക് നീ ശമനം നൽകണേ റഹ്മാനെ, ആശ്വാസം നൽകണേ റഹ്മാനെ, ആജിലായ കാമിലായ ശിഫ നൽകണേ അല്ലാഹ്. ഹജ്ജിന് വിഘാതമാകുന്ന, ഉംറയ്ക്ക് വിഘാതമാകുന്ന, ഇബാദത്തുകൾക്ക് വിഘാതമാകുന്ന ഒരു രോഗവും നീ നൽകണേ അല്ലാഹ്. ശാരീരികമായ വേദനകൾ, ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നവർ, പ്രയാസം അനുഭവിക്കുന്നവർ, ഇപ്പോൾ തന്നെ ചെയ്യാൻ കഴിയുമോ എന്ന് ഭയപ്പെടുന്ന രൂപത്തിലേക്ക് എത്തിയ ആൾക്കാരൊക്കെ ഉണ്ട്. അല്ലാഹുവേ നീ അവർക്ക് കാമിലായ ആജിലായ ശിഫ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ എല്ലാ കർമ്മങ്ങളും പൂർത്തീകരിച്ച് ആളെണ്ണം കുറയാതെ ഞങ്ങൾക്ക് നാട്ടിലേക്ക് തിരിച്ചെത്താൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ എല്ലാവിധ ഖൈറിന്റെയും സലാമത്തിന്റെയും വാതിലുകൾ ഞങ്ങൾക്ക് നീ തുറന്നു നൽകണേ അല്ലാഹ്. എല്ലാവിധ പ്രയാസങ്ങളുടെയും മശഖത്തിന്റെയും വാതിലുകൾ അല്ലാഹു ഞങ്ങൾ നീ കൊട്ടിയടക്കണേ റഹ്മാനെ. അല്ലാഹുവേ എല്ലാവിധ ഖൈറിലേക്ക് ഞങ്ങളെ നീ അടുപ്പിക്കണേ റഹ്മാനെ. എല്ലാവിധ ശർറുകളിൽ നീ ഹിഫ്ള് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ ഹലാലായ മുറാദുകൾ നീ ഹസീലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ജീവിച്ച് വഫാത്താകുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് സ്വർഗ്ഗം കണ്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാമീപ്യം കണ്ട് അത് ആസ്വദിച്ച് ഇവിടെ പറയാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ജീവിതത്തിൽ ധാരാളമായി ഹജ്ജ് ഉംറ നിർവഹിക്കാൻ അല്ലാഹുവേ നീ ഭാഗ്യം നൽകണേ റഹ്മാനെ. അല്ലാഹുവോടൊപ്പം ഇരിക്കുന്നവർ ഒരു വലിയ ഖിദ്മത്ത് ചെയ്യുന്നവർ, വലിയ സമൂഹത്തിന് ഖിദ്മത്ത് ചെയ്യുന്നവരാണ്. അല്ലാഹുവേ ഖിദ്മത്തിൽ നീ ബറക്കത്ത് നൽകണേ റഹ്മാനെ. ഇനിയും ധാരാളമായി ഇത് ചെയ്യാനുള്ള ഭാഗ്യം നീ നൽകണേ അല്ലാഹ്. അല്ലാഹുവോടെ പ്രാർത്ഥനയിലൂടെ ദുആകളിൽ ഉൾപ്പെടാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ ഈ ഒരു സംവിധാനത്തിന് നേതൃത്വം നൽകുന്ന ധാരാളം ആൾക്കാർ, ഞങ്ങളുടെ ട്രാവൽസിന്, ഞങ്ങളുടെ സംവിധാനങ്ങൾക്ക് നേതൃത്വം നൽകുന്നവർ, നാട്ടിൽ നിന്ന് പോരുമ്പോൾ ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട്, കൂടെ വന്നവരുണ്ട്, ദുആ ചെയ്യണമെന്ന് പറഞ്ഞ കുട്ടികളുണ്ട്. അല്ലാഹുവേ ഇതര മതവിശ്വാസികൾ അല്ലാഹുവേ ഹിദായത്ത് കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ കുട്ടികൾ അല്ലാഹുവർക്ക് നീ ദീർഘായുസ്സ് ആഫിയത്തോടെ നൽകണേ അല്ലാഹ്. ഞങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ നൽകണേ റഹ്മാനെ. ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, ഈ സംവിധാനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന അല്ലാഹുവേ ഖൈറായ പ്രതിഫലം അവർക്ക് നൽകണേ റഹ്മാനെ. ജീവിത ഉയർച്ച പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഇനിയും ധാരാളം ഇത്തരം ആളുകളെ ഹജ്ജിനും കൊണ്ടുവന്ന് അവരുടെ മനസ്സ് സംതൃപ്തമാകും വിധം അമൽ ചെയ്തു കൊടുക്കാൻ അല്ലാഹുവിന്റെ വഴിയൊരുക്കി കൊടുക്കാൻ അവർക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഈ സ്ഥാപനത്തെയും ഈ സംവിധാനത്തെയും നീ ഉയർത്തണേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات آمين برحمتك يا أرحم الراحمين.